സുവിശേഷം പ്രഘോഷിക്കുന്നതിന് ഏത് എൻവയോൺമെൻറ്റും തടസ്സമല്ല. നിങ്ങൾ യു നീഡ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദി ടു. ഇപ്പം നമുക്ക് ഏത് സ്ട്രീറ്റിൽ ചെന്നും യു ക്യാൻ പ്രൊക്ലെയിം ദ ഗോസ്പൽ പ്രൊക്ലെയിം ചെയ്യുന്നതിന് ഏത് സ്ഥലം പ്രശ്നമല്ല, എവിടെയും പ്രഘോഷിക്കാം. കാരണം ബിക്കോസ് ദ ട്രൂത്ത് ഈസ് ദ സെയിം. ബട്ട് ഇഫ് യു നീഡ് ടു ഇൻറ്റർപ്രറ്റ്, ഇഫ് യു നീഡ് ടു പിക്ക് ഔട്ട് ദ ഇൻസൈറ്റ്സ്, യു നീഡ് എ വെരി 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 ഹോളി എൻവയോൺമെൻറ്റ്. ഹല്ലേലൂയ. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ ഒരു ട്രൂത്ത് അനൗൺസ് ചെയ്യുന്നതിന്, ഗോസ്പൽ പ്രൊക്ലെയിം ചെയ്യുന്നതിന് എവിടെയും പറ്റും. പക്ഷെ അതുകൊണ്ട് എന്നാൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ സ്വരം നമ്മൾ പടിപടിയായി കേട്ട് വരുന്നതിന് എൻവയോൺമെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ധ്യാനമോ ശുശ്രൂഷകളോ ഒക്കെ നടത്തുന്നെങ്കിൽ ഇഷ്ടംപോലെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത് ആ സ്ഥലത്തെ മുഴുവൻ ഹോളിയാക്കി ഇട്ടാൽ ഭയങ്കരമായ ദൈവത്തിൻ്റെ സാന്നിധ്യ ഇടപെടലും ഉണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യത്തിൻ്റെ അടുത്ത ഒരു തലത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഇനി എനിക്ക് നിങ്ങളോട് ചർച്ച ചെയ്യാനുള്ള അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ ഇപ്പോൾ ഇതുവരെ പറഞ്ഞ എന്താണാവോ, സാക്രിഫൈസ് എന്തുകൊണ്ടാണ് ബലി അർപ്പിക്കേണ്ടി വരുന്നത്, അതാണ് ഒന്നാമത്തേത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ന്യായങ്ങൾ നമ്മൾ പറഞ്ഞു. അവിടെയാണ് നമ്മൾ ആ ടെറിറ്റോറിയൽ ബോണ്ടേജ്, ടെറിറ്റോറിയൽ സ്പിരിറ്റ്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഒരു ചോദ്യം ഞാൻ പറയാം, എന്നിട്ട് നമ്മൾ ഉത്തരം കണ്ടെത്തുകയാണ്. വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ സാക്രിഫൈസ് വിച്ച് വി ഓഫർ ആൻഡ് ദ സാക്രിഫൈസ് ഓഫേർഡ് ബൈ ജീസസ് ക്രൈസ്റ്റ് ഓൺ ദ മൗണ്ട് ഓഫ് കാൽവറി? വാട്ട് ഈസ് ദ കണക്ഷൻ? എന്താ കണക്ഷൻ പറ? കേട്ടില്ല. സെയിം സാക്രിഫൈസ് പുനരാവർത്തിക്കുക. യു കനോട്ട് റിപ്പീറ്റ് ദ സാക്രിഫൈസ്. യു കാൺട്ട് റിപ്പീറ്റ് ദ സാക്രിഫൈസ് വിച്ച് ജീസസ് ഹാസ് ഡൺ ഓൺ ദ ക്രോസ്. യു കാൺട്ട്. നോബഡി ക്യാൻ റിപ്പീറ്റ് ഇറ്റ്. യു ക്യാൻ ഓൺലി റീഎനാക്ട്, റീപ്രസന്റ്. അന്ത്യത്താഴവേളയിൽ ഈശോ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത്, ആരാധ്യനായ പിതാവേ, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഇത്രയൊക്കെ അറിയാമായിരുന്നല്ലേ? ഓക്കെ, ഗുഡ്. യാ, അതെ. പറ്റും. അൾത്താര. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പൊ ചോദ്യം മനസ്സിലായല്ലോ. അത് ഇതും തമ്മിൽ എന്ത് ബന്ധം? അതാണ് ചോദ്യം. കുറച്ച് നിങ്ങൾക്കറിയാം. പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് കർത്താവ് ഈശോ മിശിഹ പറയുന്ന ഒരു വാചകം, അല്ലെങ്കിൽ ഈശോ ആ കുർബാന സ്ഥാപിക്കുന്ന ആ ടെക്സ്റ്റ് നമുക്ക് വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 14 ഓൺവേർഡ്സ്. ലൂക്ക് 22:14 ഓൺവേർഡ്സ്. എല്ലാവരും എടുത്തോ? എന്നാ വായിച്ചോ. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു. അവനോടൊപ്പം അപ്പസ്തോലന്മാരും. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോട് കൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. വായിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. അവൻ, വളരെ ശ്രദ്ധിച്ച് വായിക്കണം, അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ
അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം അല്ലേ നേരത്തെ? അയ്യോ, തെറ്റാണോ ബൈബിളില്? പുതിയാവുമായിരിക്കും. പങ്കുവെക്കും മുതൽ ഞാൻ പാനം ചെയ്യുകയില്ല. ഇനി 20 അപ്രകാരം തന്നെ റിവൈസ്ഡ് വേർഷന് ശരിയാവുമായിരിക്കും അല്ലേ? ഇപ്പൊ എത്ര തവണ എടുത്ത് പാനപാത്രം? തെറ്റായിരിക്കും അല്ലേ? കോപ്പിറൈറ്റ് തെറ്റ് വന്നായിരിക്കും. അതായത് നമ്മൾ വേറൊരു ആണ് നമ്മുടെ ഭരണ ഒരു പ്രാവശ്യം പാത്രം എടുത്തു. എന്നാൽ ലൂക്കാസ് വിശേഷം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്നു, ലൂക്ക പാനപാത്രം എടുത്തു. അതാണ് നമ്മൾ ഇനി ഒരു നമുക്ക് പരിചയമില്ലാതിരുന്ന ഒരു സങ്കല്പത്തിലേക്ക് വരികയാണ്. യഹൂദന്മാരുടെ, ലിസൺ ടു മീ, യഹൂദന്മാരുടെ പെസഹ ആചരണത്തിന്റെ രീതി അനുസരിച്ച് ആ പെസഹയ്ക്ക് 4 കോഴ്സുകൾ ഉണ്ടായിരുന്നു. കോഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഫസ്റ്റ് കോഴ്സ് ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യത്തെ കോഴ്സ്, രണ്ടാമത്തെ കോഴ്സ്, അങ്ങനെ അല്ലേ? യെസ്. അപ്പോ യഹൂദരുടെ പെസഹ ഭക്ഷണത്തിന്, പെസഹ ബലിക്ക് 4 കോഴ്സുകൾ ഉണ്ടായിരുന്നു. അതിനെ അവർ വിളിച്ചിരുന്നത് ഫസ്റ്റ് കോഴ്സ്, സെക്കൻഡ് കോഴ്സ് എന്നല്ല. ഫസ്റ്റ് കപ്പ്, സെക്കൻഡ് കപ്പ്, തേർഡ് കപ്പ്, ഫോർത്ത് കപ്പ്. ഇത്രയും മനസ്സിലായോ? അപ്പൊ യഹൂദരുടെ പെസഹ ഭക്ഷണത്തിന് എത്ര കോഴ്സ് ഉണ്ട്? 4. അതിനെ വിളിക്കുന്ന പേര് ഫസ്റ്റ് കപ്പ്, സെക്കൻഡ് കപ്പ്, തേർഡ് കപ്പ്, ഫോർത്ത് കപ്പ്. കിട്ടിയോ? യെസ്. അപ്പൊ നമ്മൾ നോക്കുകയാണ്, എന്താണ് ഫസ്റ്റ് കപ്പ്, എന്താണ് സെക്കൻഡ് കപ്പ്, എന്താണ് തേർഡ് കപ്പ്, എന്താണ് ഫോർത്ത് കപ്പ്. ഫസ്റ്റ് കപ്പിനെ അവർ വിളിച്ചിരുന്ന പേര് കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ എന്നാണ്. കിദ്ദൂഷ്. പേരെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. വിശുദ്ധീകരണം പ്രാവശ്യം അവർ വീഞ്ഞു കുടിക്കും. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം വീഞ്ഞു കുടിക്കുമ്പോൾ ആദ്യത്തെ കോഴ്സ്, രണ്ടാമത്തെ പ്രാവശ്യം വീഞ്ഞു കുടിക്കുമ്പോൾ രണ്ടാമത്തെ കോഴ്സ്, മൂന്നാമത്തെ പ്രാവശ്യം വീഞ്ഞു കുടിക്കുമ്പോൾ മൂന്നാമത്തെ കോഴ്സ് തീരും, നാലാമത്തെ പ്രാവശ്യം വീഞ്ഞു കുടിക്കുമ്പോൾ ഈ ഭക്ഷണത്തിന്റെ 4ാമത്തെ കോഴ്സ് തീരും, ഭക്ഷണം തീരും. ക്ലിയർ? യെസ്. ആദ്യത്തെ കോഴ്സിനെ അവർ വിളിച്ചിരുന്നത് ഫസ്റ്റ് കപ്പ് എന്ന് പറഞ്ഞാൽ കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിന്റെ പാനപാത്രം. രണ്ടാമത്തെ കപ്പിനെ അവർ വിളിച്ചിരുന്നതാണ് കപ്പ് ഓഫ് പ്രൊക്ലമേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെസഹായെ കുറിച്ചുള്ള പഴയ നിയമത്തിന്റെ വായനകളിൽ ഇപ്രകാരം ഒരു കാര്യമുണ്ട്. ഈ വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇളയ മകൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കും, അപ്പാ ഈ രാത്രി മറ്റ് രാത്രികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അപ്പൻ ഇങ്ങനെ മറുപടി പറയും, ഈജിപ്തിൽ നിന്ന് നമ്മുടെ പിതാക്കന്മാരെ, നമ്മളെ ദൈവം പുറത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണിത്. ഇതാണ് പ്രൊക്ലമേഷൻ. ഈ രണ്ടാമത്തെ കപ്പിലാണ് ഈ ചോദ്യവും ഈ ഉത്തരവും അവർ പറയുന്നത്. ഇനി മൂന്നാമത്തെ കപ്പാണ് ബറാക്ക കപ്പ് ഓർ കപ്പ് ഓഫ് ബ്ലെസ്സിങ്, അനുഗ്രഹത്തിന്റെ പാനപാത്രം. വിശുദ്ധീകരണത്തിന്റെ പാനപാത്രം, പ്രൊക്ലമേഷന്റെ പാനപാത്രം. മൂന്നാമത്തേത് അനുഗ്രഹത്തിന്റെ കപ്പ് ഓഫ് ബ്ലെസ്സിങ്. അപ്പൊ ഒന്നാമത്തേത് പറഞ്ഞ കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, രണ്ടാമത്തേത് കപ്പ് ഓഫ് പ്രൊക്ലമേഷൻ, മൂന്നാമത്തേത് കപ്പ് ഓഫ് ബ്ലെസ്സിങ്. ഇനി 4ാമത്തെ പാനപാത്രമാണ്, അത് കൺക്ലൂഡിങ് കപ്പ്. 4ാമത്തെ പാനപാത്രം അത് ഈ എന്താ പറയുക, നമ്മുടെ ഈ പെസഹ ഭക്ഷണം അവസാനിക്കുന്നത് 4ാമത്തെ പാനപാത്രം കുടിച്ചുകൊണ്ടാണ്. കപ്പ് ഓഫ് താങ്ക്സ് ഗിവിങ് അല്ലേ? എന്താണത്? കൃതജ്ഞതയുടെ പാനപാത്രം, കപ്പ് ഓഫ് താങ്ക്സ് ഗിവിങ് എന്നാണ് 4ാമത്തേത്. ഇത്രയും മനസ്സിലായോ? ഇത് മനസ്സിലാക്കിയേ പറ്റൂ. അപ്പൊ പെസഹ ഭക്ഷിക്കാൻ ഒരു യഹൂദൻ യേശുവിന്റെ കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ പെസഹ ഭക്ഷിക്കാൻ ഇരിക്കുമ്പോൾ ആ പെസഹ ഭക്ഷണത്തിന് 4 കോഴ്സ് ഉണ്ട്. ആ 4 കോഴ്സിനെ അവർ വിളിച്ചിരുന്നത് 4 കപ്പുകൾ എന്നാണ്, 4 പാനപാത്രങ്ങൾ. ഒന്നാമത്തേത് പറഞ്ഞേ പറ്റൂ, കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. രണ്ടാമത്തേത് കപ്പ് ഓഫ് പ്രൊക്ലമേഷൻ. മൂന്നാമത്തേത് കപ്പ് ഓഫ് ബ്ലെസ്സിങ്. 4ാമത്തേത് വണ്ടർഫുൾ. പഠിച്ചല്ലേ? ഇത്ര പെട്ടെന്ന് പഠിച്ച്. പിന്നെന്താണോ 6ാം ക്ലാസ്സിൽ തോറ്റുപോയ? തോറ്റില്ല, പഠിച്ചോ? യെസ്. ഒന്ന് പറഞ്ഞേ. സാങ്ക്ടിഫിക്കേഷൻ, പ്രൊക്ലമേഷൻ,
ബ്ലെസ്സിങ്. വെരി ഗുഡ്. ഇനി എൻ്റെ ചോദ്യം, ഇതിലെ ഏത് കപ്പാണ് യേശു കുർബാനയാക്കിയത്? അതാണ് ഉത്തരം പറയണ്ട, ചോദ്യം മനസ്സിലാക്കിയാൽ മതി. ഇതിലെ, അതായത് 4 കപ്പുണ്ടെങ്കിൽ ഈശോ പാനപാത്രം എടുത്ത് ആശീർവദിച്ച് ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞത് ഇതിലെ ഏത് കപ്പാണ്? അപ്പൊ ലൂക്ക ഇപ്പൊ 2 കപ്പ് പറഞ്ഞത് എന്താന്ന് മനസ്സിലായല്ലോ. ഈ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ അത് ലൂക്ക 2 കപ്പ് പറഞ്ഞ എന്താന്ന് മനസ്സിലായല്ലോ. ഈ 4 കപ്പില് 2 എണ്ണമാണ് ലൂക്ക പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? യെസ്. അപ്പോ നമ്മുടെ അടുത്ത ചോദ്യം, ഇതിനകത്തെ 4 പാനപാത്രത്തില് ഏത് പാനപാത്രമാണ് യേശു എടുത്ത് തൻ്റെ രക്തമാക്കി മാറ്റിയത്? അപ്പൊ അതിന് പല ഉത്തരങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഇവിടുന്ന് 1 കേൾക്കുന്നുണ്ട്, 2 കേൾക്കുന്നുണ്ട്, 3 കേൾക്കുന്നുണ്ട്, 4 കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് നറുക്കിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന പരിപാടിയല്ല. എന്താന്ന് ഞാൻ പറയാം. അതായത് നമ്മൾക്ക് ഈ ലൂക്ക പറയുന്നതിൽ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാവുന്നതനുസരിച്ച് നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കുമ്പോൾ വല്ലതും മനസ്സിലെ വല്ലതും കത്തുവെന്ന് നമുക്ക് നോക്കാം. വായിച്ചേ. അതായത് ലൂക്ക 22:14 മുതൽ സമയമായപ്പോൾ ഭക്ഷണത്തിനിരുന്നു. 17 വായിക്കാം. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു, നിങ്ങളിത് വാങ്ങി പങ്കുവെക്കുവിൻ. ഇനി 20, അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം ആകുന്നു. അല്ലേ? അപ്പം നമുക്ക് ഇതിനകത്ത് ഏത് പാനപാത്രമാണ് യേശു തൻ്റെ തിരുരക്തമാക്കി മാറ്റിയതെന്നറിയാൻ നമ്മൾ കോറിന്തോസ് ലേഖനം 1 കോറിന്തോസ് 10-ാം അധ്യായം 1 കോറിന്തോസ് 10-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. 1 Corinthians chapter 10 verse 16. 1 കോറിന്തോസ് 10:16 ഉറക്കെ വായിക്കാമോ? നാം ആശീർവദിക്കുന്ന ഹലോ എന്ത് പാനപാത്രം? ഈ 4 എണ്ണത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? അനുഗ്രഹത്തിന്റെ പാനപാത്രം, കപ്പ് ഓഫ് ബ്ലെസ്സിങ്. എത്രാമത്തെയാ? 3rd. അപ്പോ ഈശോ പരിശുദ്ധ കുർബാനയാക്കി ആശീർവദിച്ചത് 3ാമത്തെ കപ്പാണ്. ക്ലിയർ? അപ്പോൾ 1 Corinthians chapter 10 verse 16 പറയുന്നു, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം, കപ്പ് ഓഫ് ബ്ലെസ്സിങ്, ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? ക്ലിയർ അല്ലേ? ക്രിസ്തുവിന്റെ ബ്ലഡ് ആവുന്നത് കപ്പ് ഓഫ് ബ്ലെസ്സിങ് ആണ്. അതാണ് ക്രിസ്ത്യൻസ്. സെന്റ് പോൾ പറയാണ്, നമ്മൾ ക്രിസ്ത്യാനികൾ ആശീർവദിക്കുന്നത് കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ അല്ല, കപ്പ് ഓഫ് പ്രൊക്ലമേഷൻ അല്ല, കപ്പ് ഓഫ് താങ്ക്സ് ഗിവിംഗ് അല്ല, കപ്പ് ഓഫ് ബ്ലെസ്സിങ് ആണ്. അപ്പൊ ഇത് 3rd കപ്പാണ് ഈശോ കുർബാനയാക്കി മാറ്റുന്നത്. ഇത്രയും ക്ലിയർ ആയോ? യെസ്. അപ്പോ 4 കപ്പുണ്ട്. 4 കപ്പിന്റെയും പേര് പറഞ്ഞു. ഇനി അതിലെ 3ാമത്തെ കപ്പായ കപ്പ് ഓഫ് ബ്ലെസ്സിങ് ആണ് കർത്താവ് ഈശോ മിശിഹ പരിശുദ്ധ കുർബാനയാക്കി ബ്ലെസ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായോ? ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇനി ലൂക്ക 22 തിരിച്ചു വരിക. ലൂക്ക 22 തിരിച്ചു വന്നിട്ട് നമുക്ക് ആ ഭാഗം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. എന്നാൽ ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവന്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട്. നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇനി മത്തായിയുടെ സുവിശേഷം എടുക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ഈ അന്ത്യത്താഴം വായിക്കുമ്പോൾ അത് 26-ാമത്തെ അധ്യായം 26 വാക്യം 27 മുതൽ മാത്യു ചാപ്റ്റർ 26 27 28 29 30 വായിക്കാവോ? അനന്തരം പാനപാത്രം എടുത്ത്
കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്നത് വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോയി. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഇൻഫർമേഷൻ. സ്തോത്രഗീതം ആലപിക്കുന്നത് മൂന്നാമത്തെ കപ്പിന് ശേഷമാണ്. ഹലോ, ഉറങ്ങുന്ന ചേച്ചി ഉൾപ്പെടെ എല്ലാവരും ഒന്ന് കേൾക്കണം. എന്താണ് സ്തോത്രഗീതം ആലപിക്കുന്നത്? എത്രാമത്തെ കപ്പിന് ശേഷമാണ്? മൂന്നാമത്തെ കപ്പിന് ശേഷമാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ കപ്പാണ് ബ്ലസ് ചെയ്ത് യേശുവിൻ്റെ രക്തമാക്കുന്നത്. മൂന്നാമത്തെ കപ്പ് ബ്ലസ് ചെയ്ത് കൊടുത്തിട്ട് സ്തോത്രഗീതം ആലപിച്ചിട്ട് നാലാമത്തെ കപ്പ് കുടിക്കാൻ വെയിറ്റ് ചെയ്യാതെ യേശു ഗത്സമൻ തോട്ടത്തിലേക്ക് പോയി. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ പോവാണ്. ശ്രദ്ധിക്കണം, ആ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ആക്ച്വലി ഇൻ ദ ഒറിജിനൽ കേസ്, ട്രൂലി, ഫാക്ച്വലി, ജീസസ് ഡിഡ് നോട്ട് ഫിനിഷ് ദ ലാസ്റ്റ് സപ്പർ. കേൾക്കുന്നുണ്ടോ? ജീസസ് ഡിഡ് നോട്ട് ഫിനിഷ് ദ ലാസ്റ്റ് സപ്പർ. വൈ? അങ്ങനെ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? നാലാമത്തെ കപ്പ് കുടിച്ചിട്ടില്ല. ഇത്രയും ക്ലിയർ ആയോ? ഒന്നാമത്തെ കപ്പ് കുടിച്ചു, രണ്ടാമത്തെ കപ്പ് കുടിച്ചു, മൂന്നാമത്തെ കപ്പ് കുർബാനയാക്കി. അത് കഴിഞ്ഞിട്ട് സ്തോത്രഗീതം എന്ന് പറഞ്ഞാൽ അതിനെ വിളിച്ചിരുന്ന പേര് ഹല്ലേൽ സങ്കീർത്തനങ്ങൾ എന്നാണ്. ഹല്ലേൽ സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനം 113, 14, 15, 16, 17, 18 ഇതാണ് സ്തോത്രഗീതം. പെസഹായിൽ അവർ പാടിക്കൊണ്ടിരുന്ന സ്തോത്രഗീതം എന്താണ്? സങ്കീർത്തനങ്ങൾ 113, 114, 115, 116, 117, 118. സങ്കീർത്തനം 118 എടുത്തേ. ഈശോ എന്നാ പാടിയെന്ന് നമുക്ക് നോക്കാം. ഈശോ പാട്ട് പാടിയിട്ടുണ്ടോ? പാട്ട് പാടുമ്പോൾ വാവൂട്ടിയിരിക്കുന്ന എല്ലാ ആത്മാക്കളുടെയും ശ്രദ്ധയ്ക്ക് കർത്താവ് ഈശോ മിശിഹ പാട്ട് പാടിയിട്ടുണ്ട്. നീയും പാടണം, വെറുതെ ഇരിക്കരുത്. കർത്താവ് ഈശോ മിശിഹ പാട്ട് പാടിയിട്ടുണ്ട്. സ്തോത്രഗീതം ആലപിച്ചിട്ട് അവിടുന്ന് ഒലിവ് മലയിലേക്ക് പോയി. അപ്പൊ ഈശോ പാടിയ ആ പാട്ടിന്റെ അവസാനത്തെ ഭാഗമാണ് സങ്കീർത്തനം 118. എന്നാ പാടിയെ നമുക്ക് നോക്കാം. എടുക്ക്, വായിക്കേ, ഉറക്കെ. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. വാക്യം 6. കർത്താവിൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? അതിന് തൊട്ട് മുമ്പ് അതായത് ഈ സങ്കീർത്തനങ്ങളിലെല്ലാം യൂക്കരിസ്റ്റിക് ഓവർടോൺസ് ഉണ്ട്. ഈ സങ്കീർത്തനങ്ങളിലെല്ലാം കുർബാനയുടെ പരാമർശങ്ങളുണ്ട്. അപ്പൊ നമുക്ക് 116 ഒന്ന് വായിച്ചേ. 116 വാക്യം 10. Psalms 116 verse 10. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. 12. കർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുമ്പിൽ അവിടുത്തേക്കുള്ള നേർച്ചകൾ ഞാൻ നിറവേറ്റും. രക്ഷയുടെ പാനപാത്രം എന്ന് പറയുന്ന നാലാമത്തെ കപ്പിനെ കുറിച്ചാണ് ഈ പറയുന്നത്. നാലാമത്തെ കപ്പാണ് അത്, രക്ഷയുടെ. ഓക്കെ, ഇനി സങ്കീർത്തനം 118 6 വായിച്ചേ. കർത്താവിൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടില്ല, മനുഷ്യൻ എന്നോട് എന്ത്. ഇതൊക്കെ ആര് പാടുകയാണ്? യേശു പാടുകയാണ്. മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് കർത്താവ് പാടുകയാണ് ഈ സങ്കീർത്തനം. കർത്താവിൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടില്ല, മനുഷ്യരെന്നോട് എന്ത് ചെയ്യാൻ കഴിയും? വാക്യം 11. അവരെന്നെ വലയം ചെയ്തു, എല്ലാ വശത്തു നിന്ന് അവരെന്നെ വളഞ്ഞു. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. തേനീച്ച പോലെ അവരെന്നെ പൊതിഞ്ഞു. മുൾപ്പടർപ്പിന് പിടിച്ച തീ പോലെ അവർ ആളിക്കത്തി. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. അവർ തള്ളിക്കയറി, ഞാൻ വീഴുമായിരുന്നു, എന്നാൽ കർത്താവിൻ്റെ സഹായത്തിനെത്തി. വാക്യം 17. ഞാൻ
മരിക്കുകയില്ല. ആരാ പാടുന്നേ? യേശു. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ഇനി വാക്യം 22, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും. കർത്താവാണ് ദൈവം, അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. മരച്ചില്ലകളേന്തി, ശ്രദ്ധിക്കാമോ? അടുത്ത വാക്യം, ബലിപീഠത്തിലേക്ക് നീങ്ങുവിൻ. ആരാ ബലിപീഠത്തിലേക്ക് ഇപ്പം നീങ്ങുന്നേ? ഈശോ. അതായത് ഈ സങ്കീർത്തനം പാടുമ്പോൾ യേശുവിനറിയാം ഈ സങ്കീർത്തനം മുഴുവൻ തൻ്റെ ജീവിതമാണ്. കുരിശിൽ അരങ്ങേറാൻ പോകുന്ന ആ മഹാബലിയുടെ ഒരുക്കങ്ങളാണ് ഈ സങ്കീർത്തനം പാടുന്നത് മുഴുവൻ. അപ്പോൾ കർത്താവ് പാടുകയാണ്, മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ, നമുക്ക് ബലിപീഠത്തിലേക്ക് നീങ്ങാം. അപ്പോൾ എന്നെ നന്നായി ശ്രദ്ധിക്കുക. 3 കപ്പുകൾ ആശീർവദിച്ചതിന് ശേഷം സ്തോത്രഗീതം പാടിയിട്ട് 4ാമത്തെ കപ്പ് ആശീർവദിക്കുന്നതിന് മുമ്പ് യേശു ബലിപീഠത്തിലേക്ക് നീങ്ങി. ഇത്രയും ക്ലിയറായോ? ബലിപീഠത്തിലേക്ക് നീങ്ങി. അപ്പോ യേശു തൻ്റെ 4ാമത്തെ കപ്പ് പൂർത്തിയാക്കിയില്ല. ഇനി അവിടുന്ന് നേരെ യേശു എങ്ങോട്ടാണ് പോയത്? അവർ ഒലിവ് മലയിലേക്ക് പോയി. ഒലിവ് മലയിലേക്ക് പോയി. ഇനി നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ ആ ഒലിവ് മലയിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 26-ാമത്തെ അധ്യായം 26-ാമത്തെ അധ്യായം 26-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിക്കണം. 29, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന്, അതായത് ഈശോ പറയാണ്, ഞാൻ ഈ 4ാമത്തെ കപ്പ് കുടിക്കത്തില്ല. എപ്പ വരെ? അതായത് ദൈവരാജ്യം പൂർത്തിയാകുന്നത് വരെ, ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി തീരുന്നത് വരെ ഞാൻ ഈ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് കുടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് സ്തോത്രഗീതം, ഹല്ലേൽ സങ്കീർത്തനങ്ങൾ പാടിയിട്ട് അവർ ഒലിവ് മലയിലേക്ക് പോയി. 36-ാമത്തെ വാക്യം, അനന്തരം യേശു അവരോടൊത്ത് ഗത്സമനി എന്ന സ്ഥലത്ത് എത്തി. 38, അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോട് തുടർന്നിരിക്കുക. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, കഴിയുമെങ്കിൽ. ഹലോ ഹലോ ഹലോ, എനിക്ക് ആ വാക്ക് കേൾക്കണം. ഈ പാനപാത്രം, കപ്പ്. ഈശോ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, പറ്റുമെങ്കിൽ ഈ കപ്പ് എടുത്തു മാറ്റാവോ? ഏത് കപ്പ്? 4th കപ്പ്, 4ാമത്തെ കപ്പ്. അങ്ങനാണെങ്കിൽ യേശുവിൻ്റെ മനസ്സിൽ 4ാമത്തെ കപ്പ് കുടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് യേശുവിൻ്റെ മനസ്സിലെ ധാരണ? യേശുവിൻ്റെ കുരിശിലെ മരണം. നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. 4ാമത്തെ കപ്പെന്ന് യേശു ഉദ്ദേശിക്കുന്നത് യേശു കുരിശിൽ മരിക്കുന്നതാണ്. പെസഹ വ്യാഴാഴ്ച വൈകിട്ട് തുടങ്ങി. 1ാമത്തെ കപ്പ്, 2ാമത്തെ കപ്പ്, 3ാമത്തെ കപ്പ്. അവിടെ വെച്ച് പെസഹ പൂർത്തിയാക്കാതെ ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞ് യേശു പറഞ്ഞു, ഇത് കണ്ടിന്യൂ ചെയ്ത് തീരണമെങ്കിൽ ഇതെവിടെ ചെല്ലണം? ബലിപീഠത്തിലേക്ക് പോവാം. നിങ്ങൾ എൻ്റെ കൂടെ വരണം. അങ്ങനെ ബലിപീഠത്തിലേക്ക് ചെന്നിട്ട് ആ ബലിപീഠത്തിൽ താൻ തന്നെ അർപ്പിക്കുന്നതിന് യേശു പറഞ്ഞു, ഇതാണ് എൻ്റെ കണ്ണിൽ 4ാമത്തെ കപ്പ്. വീഞ്ഞു കുടിക്കുന്നതല്ല, 4ാമത്തെ കപ്പ് എന്ന് പറയുന്നത് ഞാൻ മരിക്കുന്നതാണ്. അപ്പൊ ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ 4ാമത്തെ കപ്പെന്ന് മാറ്റിത്തരാവോ? എങ്കിലും എൻ്റെ ഹിതമല്ല, നിന്റെ ഹിതം നിറവേറട്ടെ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി മത്തായി 27 31 വായിച്ചേ. 27
31. അവർ 34. അവർ അവന് കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു. അവനത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. എന്താ കുടിക്കാത്ത? പറ, എപ്പോഴാ ഇത് കുടിക്കണ്ടേ? പെസഹായുടെ കോഴ്സ് അനുസരിച്ച് ഈ 4ാമത്തെ കപ്പ് എപ്പോഴാ കുടിക്കണ്ടേ? 4ാമത്തെ കോഴ്സ് കഴിയുമ്പോഴാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, എനിക്ക് വേണ്ട, കുടിക്കാറായിട്ടില്ല. ഇനി ഈശോ എപ്പോഴാണ് ഇത് കുടിച്ചത്? വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വാക്യം മുതൽ. ജോൺ 19:28. അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞെന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുക്കള ഉപയോഗിക്കുന്ന വിനാഗിരി അല്ല, പുളിച്ച വീഞ്ഞിന് വിളിക്കുന്ന പേരാണ് വിനാഗിരി. ഇംഗ്ലീഷ് ബൈബിളിൽ അത് ക്ലിയർ ആയിട്ടുണ്ട്. പുളിച്ച വീഞ്ഞിനെ വിളിക്കുന്ന പേരാണ് വിനാഗിരി എന്ന് പറഞ്ഞാൽ വീഞ്ഞാണത്. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവന്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു ആ വീഞ്ഞ് കുടിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായി. ക്ലിയർ? എന്ത് പൂർത്തിയാന്നായി പറഞ്ഞേ? പെസഹായുടെ 4 കോഴ്സും പൂർത്തിയായി. എവറിഥിങ് ഈസ് ഫിനിഷ്ഡ്. തെത്തലസ്ഥായ്, ഓൾ ഫിനിഷ്ഡ്. എല്ലാം തീർന്നു. ബലി തീർന്നു. 4ാമത്തെ കപ്പ് കുടിച്ചു കഴിഞ്ഞു. ഇത് അവസാനിച്ചു കഴിഞ്ഞു. പെസഹാ ബലി പൂർത്തിയായി. 4th കപ്പ് കുടിച്ചു. അങ്ങനെയാണെങ്കിൽ ലിസൺ, വാട്ട് ഈസ് ദ കൺക്ലൂഷൻ? വ്യാഴാഴ്ച രാത്രി തുടങ്ങി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കാണ് യേശുവിൻ്റെ പെസഹാ ബലി അവസാനിച്ചതെങ്കിൽ വാട്ട് ഈസ് ദ കൺക്ലൂഷൻ? ഇത് എന്നാ മനസ്സിലായെന്ന് പറ. ഇന്ന് എന്നായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ? ചോറും തോരനും. പറ. നോൺ വെജ് എന്നായിരുന്നു എൻ്റെ കൂടെ? ബീഫാണോ പോർക്കാണോ? പോർക്കല്ലേ, പന്നി. ആ, ഇത്ര ഉള്ളായിരുന്നോ? ചമ്മന്തിയോ? അച്ചാറ്? ചമ്മന്തി? ഓ, ഇതെല്ലാം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അല്ല, ഞാൻ ഇതൊന്നും കഴിക്കത്തില്ല. ഈ ചോറൊക്കെ തന്നിട്ട് ഇവിടെ കയറി നിൽക്കാൻ പറ്റുമോ എനിക്ക്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് നിങ്ങൾ പൈസ കൊടുത്തല്ലേ ഇതിന്? ഫുഡിനൊക്കെ പേയ്മെൻ്റ് ഒക്കെ നടത്തിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണമൊക്കെ തന്നു അവരല്ലേ? ഇഷ്ടം പോലെ തന്നു അല്ല? എനിക്ക് മനസ്സിലായി, അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ രാവിലെ കണ്ട മനുഷ്യരെ അല്ല, നിങ്ങൾ ഉള്ള പന്നിയെല്ലാം കൂടെ തിന്നിട്ട് നിങ്ങൾക്ക് ഉത്തരവും ഇല്ല, നിങ്ങൾക്ക് ചോദ്യവും വേണ്ട, നിങ്ങളൊരു മയങ്ങിയ അവസ്ഥയിലാണ്. പോർക്ക് നല്ലതാണ്. പോർക്ക് ഏതാണ്ട് 10-36 സാധനങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. പോർക്ക് തിന്നാൽ 10-36 രോഗങ്ങൾ. ഓക്കെ. അവ കാര്യം ശരിയാവത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യക്കാരനായ ഒരു മനുഷ്യൻ അവിടുത്തെ നല്ല ഉറക്കത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റ് നിന്ന് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ പോർക്ക് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഉറങ്ങുന്നത്. അതുകൊണ്ട് അത് സംഭവിച്ചു. ഇനി മേലാൽ അത് ആവർത്തിക്കരുത്. ഓക്കെ. അപ്പം കൺക്ലൂഷൻ പറ. എനിക്ക് നിങ്ങൾക്ക് ഇടയിൽ വലിയൊരു ഗർത്തമുണ്ട്. അപ്പൊ അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് അല്ല, ഞാൻ പറയുന്നത്, അതായത് ഇത് ഈ റെക്കോർഡ് ചെയ്യുന്നവരെന്നെ പ്രാഗുമായിരിക്കും, എന്നാലും വേണ്ടില്ല, എനിക്ക് ഇത് പറ്റത്തില്ല.
ഉള്ള കാര്യം പറഞ്ഞേക്കാം. അല്ല, അത് പറ്റത്തില്ല. അത് അത് പറ്റത്തില്ല, അത് ശരിയാവത്തില്ല. അതായത് നമ്മൾ ഈ മനുഷ്യരെ കാണാതെ എങ്ങനെയാണ് വല്ലതും പറയുന്നത്? അതാണത്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് മറുപടി തരണം. ഇത് വെറുതെ മയങ്ങിയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ പറഞ്ഞോ, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എന്നാ ചോദിച്ചതെന്ന് ഞാൻ ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം. ഇതൊക്കെ ഈ ലോകത്തെവിടെ പോയാലും മലയാളിയുടെ സ്വഭാവം ഒരുപോലെയാണ്. ഞാൻ വിചാരിച്ച് അമേരിക്ക വന്നാൽ രക്ഷപ്പെടും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പെസഹ ബലി വ്യാഴാഴ്ച വൈകുന്നേരം തുടങ്ങിയിട്ട് തീർന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണെങ്കിൽ ഇത് 4 കോഴ്സ് ചേർന്ന ഒരു ഭക്ഷണം, ഒരു ബലിയാണ് ഈശോ നടത്തിയതെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? വ്യാഴാഴ്ച രാത്രിയിൽ നടന്ന സംഭവവും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നടന്ന സംഭവവും 2 വ്യത്യസ്ത സംഭവങ്ങളല്ല, ഒരേ സംഭവത്തിൻ്റെ 2 വശങ്ങളാണ് എന്ന് മനസ്സിലായോ? അതായത് യേശു കുരിശിൽ അർപ്പിച്ച യേശുവിൻ്റെ രക്തമൊഴുക്കിയുള്ള മരണവും യേശു തലേ രാത്രിയിൽ അപ്പവും വീഞ്ഞും എടുത്ത് നടത്തിയ ആ അനുസ്മരണ യാഗവും രണ്ടും 2 വ്യത്യസ്ത സംഭവങ്ങളല്ല, മറിച്ച് ഒരു ഈവൻ്റാണ്. ഒരു ഈവൻ്റിൻ്റെ, ഒരു സംഭവത്തിൻ്റെ 2 വശങ്ങളാണത്. ഇത്ര മനസ്സിലായോ? യെസ്. കർത്താവ് ഈശോ മിശിഹാ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് താൻ മരിക്കാൻ പോകുന്ന തൻ്റെ മരണത്തെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വ്യാഴാഴ്ച വൈകിട്ട് ശിഷ്യന്മാർക്ക് അപ്പം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരം. വീഞ്ഞെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യണം. നിങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ഞാൻ ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ദാറ്റ് ഇസ് എ ബ്ലഡി സാക്രിഫൈസ്. ബ്ലഡ് ഇൻവോൾവ് ചെയ്തുള്ള സാക്രിഫൈസ് ആണ്. അതിന് രക്തം ഒഴുക്കണം. നിങ്ങൾ കുരിശേ കയറണം. നിങ്ങൾക്ക് കുരിശേ കയറാൻ പറ്റില്ല. എന്നാൽ എക്സാക്ട്ലി ദ സെയിം സാക്രിഫൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ എ സാക്രമെന്റൽ വേ. പിടികിട്ടുന്നുണ്ടോ? സെയിം ആണ്. ഇത് രണ്ടല്ല. തലേന്ന് വൈകിട്ട് ഒരെണ്ണം സ്ഥാപിച്ചിട്ട് പിറ്റേന്ന് വൈകിട്ട് അതും ഇതും കണക്റ്റഡ് ആണെന്ന് പറയുന്നതല്ല. സെയിം ഈവന്റ്. ആ സെയിം ഈവന്റിന്റെ സാക്രമെന്റൽ ഫോമാണ് ആദ്യം നടത്തിയത്. സാക്രമെന്റൽ ഫോം എന്ന് പറഞ്ഞാൽ അടയാളങ്ങളിലൂടെ അതേ ഈവന്റ് തലേന്ന് വൈകിട്ട് സ്ഥാപിച്ചിട്ട് ഈശോ പറഞ്ഞു, ടുമോറോ ആഫ്റ്റർനൂൺ നടക്കുന്നത് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ ചെയ്യണം. അത് ചെയ്താലേ അത് മാത്രമേ ദൈവത്തിന് സ്വീകാര്യമായ ബലിയായി മാറൂ. ചെയ്യാൻ പറ്റുന്നത് ഈ ഫോമിലാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? ദിസ് ഈസ് ദ സെയിം തിങ്. അതായത് ഇന്ന് രാവിലെ നമ്മൾ പള്ളിയിൽ അർപ്പിച്ച കുർബാന യേശുവിൻ്റെ കുരിശിലെ അതേ ബലി തന്നെയാണ്. അതേ ബലി, അല്ലാതെ അതിൻ്റെ ഓർമ്മയല്ല. മനസ്സിലായോ? യെസ്. ദിസ് ഈസ് ദ സെയിം സാക്രിഫൈസ് ബട്ട് സെലിബ്രേറ്റഡ് ഇൻ എ സാക്രമെന്റൽ വേ. അത് നമ്മൾ ഉണ്ടാക്കിയതല്ല. ഈശോ തന്നെ പറഞ്ഞു, അത് നിങ്ങൾക്ക് പറ്റില്ല, ഇങ്ങനെ ചെയ്തോ. ക്ലിയറായോ? അപ്പോൾ എനിക്ക് നിങ്ങളോട് ഈ ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിച്ചത്, അതുകൊണ്ട് നമ്മൾ ഈശോ മിശിഹായുടെ ബലി അർപ്പിക്കുന്ന സമയത്ത്, കുർബാനയിൽ സംബന്ധിക്കുന്ന സമയത്ത് കർത്താവ് ഈശോ മിശിഹായുടെ കുരിശുമരണം തന്നെയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് അവിടെ എന്തെല്ലാം നടന്നോ അത് മുഴുവൻ ഈ കുർബാനയിലും നടക്കും. അത്രയും പവർ അതിനുണ്ട്. നമ്മളത് വിശ്വസിക്കണം. എൻ്റെ കർത്താവ് ഈശോ മിശിഹാ ആ കുരിശിൽ എന്തെല്ലാം നേടിത്തന്നോ അത് മുഴുവൻ ഇവിടെ നടക്കും. അത് മുഴുവൻ അവിടെ സംഭവിക്കും. എനിക്ക് എൻ്റെ മെമ്മറി ഭയങ്കര ബാഡാണ്. അപ്പോൾ മാസം, വർഷം ഒക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച യൂത്ത് ധ്യാനം നടത്തിയപ്പോൾ അവരോട് പറഞ്ഞു, ഈ ജൂൺ മാസത്തിൽ മക്കളെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അവർ പറഞ്ഞു, ജൂൺ മാസം? ഞാൻ പറഞ്ഞു, ഈ ജൂണിൽ നമ്മൾ പറയുകയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറഞ്ഞു, ഇയാൾക്ക് പ്രാന്താൻ തോന്നുന്നു. ഇത് ഞാൻ സത്യമായിട്ട് ഇത് ജൂണാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് മെയ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും പോലും എനിക്ക് ബോധമില്ല ഈ കാര്യങ്ങളിൽ.
അതുകൊണ്ട് മാസവും വർഷവും ഒക്കെ ഞാൻ പറയുന്ന എല്ലാം തെറ്റിപ്പോവും. അത് ഞാൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തന്നേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഓസ്ട്രേലിയക്ക് പോകണം. അവിടെ പെർത്തിൽ ഒരു ധ്യാനമുണ്ട് എനിക്ക്, 3 ദിവസത്തെ ധ്യാനം. ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് രാത്രി പോകുന്നു. എക്സാമ്പിൾ, ഇന്ന് രാത്രി പോകുന്നു, നാളെ ഉച്ച കഴിഞ്ഞിട്ട് അവിടെ എത്തുന്നു, നാളെ വൈകുന്നേരം അവിടുത്തെ ധ്യാനം തുടങ്ങുന്നു. അങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇന്ന് രാത്രി 11 മണിക്കോ മറ്റോ ആണ് ട്രിവാൻഡ്രത്തു നിന്ന് ഫ്ലൈറ്റ്. ഞാനൊരു 2 ദിവസം മുമ്പായപ്പോഴാണ് ദൈവമേ ഞെട്ടലോടെ ഞാൻ ആ സത്യം അറിഞ്ഞത്. എൻ്റെ പാസ്പോർട്ട് കാനഡ എംബസി കിടക്കാണ് ഡൽഹിയിൽ. അത് വരുമെന്ന് എന്നോട് ഏജന്റ് പറഞ്ഞിരുന്നെങ്കിൽ വരും, ഈ സമയമാകുമ്പോഴത്തേക്ക് വരുമെന്ന്. പക്ഷേ വന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ കാനഡ എംബസിയിൽ നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് അറിയത്തില്ല, നമ്മൾ എന്നാ ചെയ്താലും അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് അവിടുത്തെ ഒരു പരിപാടി. അമ്മ എന്നെ കയറ്റിയില്ലേലും വേണ്ടില്ല. അങ്ങനെയാണ് അവർ, കൊള്ളരുതാത്തൊരു എംബസിയാണത്. അല്ല അങ്ങനെ നമുക്ക് വെറുത്തു പോകും. അപ്പോൾ പോകുന്ന കാര്യം തന്നെ ചിലപ്പോൾ നമ്മളങ്ങ് വെറുത്തു. അതുപോലെയാണ് അത്. സമയത്ത് വരില്ല, ഇങ്ങനെ നമ്മളെ ഇട്ട് ഒരു മെയിൽ അയച്ചാൽ ഒരു മറുപടി കിട്ടില്ല, ഒന്നും കിട്ടില്ല. എൻ്റെ ദൈവമേ എന്നാ ചെയ്യും? ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ, ഇനി അടുത്ത ദിവസം പോണം. എന്നാ ചെയ്യും? അടുത്ത ദിവസമായി, ഇത് വന്നിട്ടില്ല. നാളെ പോണം, ഇന്നായി. ഇനി കൊറിയർ അവർ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെസ്സേജ് വരും. അയച്ചിട്ടില്ല, മെസ്സേജ് വന്നിട്ടുമില്ല. അപ്പോൾ അയച്ചിട്ടില്ല. ഇനി അവർ ഇന്ന് അയച്ചാലും നാളെ അതിവിടെ എത്തത്തുമില്ല. കേരളത്തിൽ അത് എത്തത്തുമില്ല. ഒരു 3 ദിവസം മിനിമം പിടിക്കും. നല്ല എന്തോ കൂടിയ സൈസ് പോർക്കാരും തോന്നുന്നു. അല്ല, ഞാൻ വിചാരിച്ച് 4th കപ്പൊക്കെ കഴിയുമ്പോൾ ഉറക്കം കഴിയുമായിരിക്കും എന്നോർത്ത്. അപ്പോൾ ദൈവമേ എന്നാ ചെയ്യും? അപ്പം ഞാൻ അവരോട് കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു, നമ്മൾ ഈ ധ്യാനം നമുക്ക് ഇനി ഒരാഴ്ച വല്ലതും അങ്ങോട്ട് വല്ലതും നീ. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ അച്ഛാ അവർ വെടിവെച്ച് കൊല്ലും. കാരണം ആളുകൾ ലീവെല്ലാം എടുത്ത് ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത്. എൻ്റെ അച്ഛാ ഒരുപാട് പൈസ മുടക്കിയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. എന്നാ അച്ഛാ? ഞാൻ പറഞ്ഞില്ല, ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചാണ്, വെറുതെ ചോദിച്ചാണ്. ഞാൻ പറഞ്ഞില്ല പാസ്പോർട്ടില്ലെന്ന്. ദൈവമേ, അതുങ്ങൾക്ക് അറ്റാക്ക് വരും. അപ്പൊ നാളെ പോണേ, തലേന്ന് വൈകുന്നേരം ആയപ്പോൾ അയ്യോ ദൈവമേ എന്നാ ചെയ്യും? അങ്ങനെ ഓർത്തിരിക്കുമ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, ട്രിവാൻഡ്രം MP ശശി തരൂരാണ്. ശശി തരൂർ ഈ ട്രിവാൻഡ്രം MP മെമ്പർ ഓഫ് പാർലമെന്റ് ശശി തരൂർ. അറിയാം, മെമ്പർ ഓഫ് പാർലമെന്റ്, പൊളിറ്റീഷ്യൻ. ഞാൻ ചുമ്മാ പറയുന്ന കേട്ടോ, അതൊക്കെ ഡോണ്ട് ടേക്ക് സീരിയസ്ലി കേട്ടോ. ഞാൻ ചുമ്മാ വെറുതെ ആ ഉറങ്ങുന്ന ചേട്ടനൊന്ന് എഴുന്നേറ്റോന്ന് ഓർത്തിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ ഈ പുള്ളിക്കാരനുണ്ടല്ലോ, ഈ ശശി തരൂർ, അദ്ദേഹമാണ്. അപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, എൻ്റെ അച്ഛാ അദ്ദേഹം ഒരു മെയിൽ അയച്ചാൽ ചിലപ്പോൾ കാനഡ എംബസി, കാരണം അദ്ദേഹം ഈ ഫോറിൻ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളാണ്, അപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു 2 പേര് സെക്രട്ടറിമാരോ അങ്ങനെ മറ്റോ എനിക്കൊരു കോണ്ടാക്ട് ഒരാളെ തന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, 2 പേരും പറഞ്ഞു ഉറപ്പായിട്ട് ഇന്ന് തന്നെ MP കൊണ്ട് മെയിൽ അയപ്പിച്ചേക്കാന്ന് പറഞ്ഞു. ഞാൻ അത് വിശ്വസിച്ചിരുന്നു. ഈ യുവമാരൊക്കെ പറയുന്നത് നുണയാന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. മനസ്സിലായോ? അവര് മെയിലൊന്നും അയപ്പിച്ചൊന്നുമില്ല. ഞാനൊരു മെയിൽ അയച്ചു. ആ മെയിലിൻ്റെ കണ്ടന്റ് ഇതാണ്: എനിക്ക് കാനഡ വിസ വേണ്ട, എൻ്റെ പാസ്പോർട്ട് തരാവോ? ഇതാണ് എൻ്റെ മെയിലിൻ്റെ ഉള്ളടക്കം. എനിക്ക് നിങ്ങളുടെ വിസ വേണ്ട. പിറ്റേ ദിവസം രാവിലെ, ഇനി ഒന്നും ചെയ്യാനില്ല, ഞാൻ രാവിലെ പോൾസൻ ചേട്ടനും ഉണ്ട്, ഞങ്ങൾ 2 പേരും കൂടെ നേരെ ഡൽഹിക്ക് പോയി. പെട്ടിയെല്ലാം എടുത്താൽ പോയെ, കാരണം ഇനിയെങ്ങാനും കിട്ടിയാൽ ആ വഴിക്ക് ഓസ്ട്രേലിയക്ക് പോകാൻ ഓർത്തിട്ട് എല്ലാം പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് നേരെ ഡൽഹിക്ക് പോയി. ഡൽഹി എയർപോർട്ടിൽ ചെന്നിറങ്ങിയിട്ട് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ഞങ്ങളുടെ കർദിനാൾ ക്ലീമീസ് പിതാവിനെ വിളിച്ചു. പിതാവേ, ഈ അങ്ങേക്ക് MP
തരൂരിനെ പരിചയമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു ആപത്തിലാണ്, അദ്ദേഹത്തോടൊന്ന് പറയാം. അപ്പോൾ എന്നോട് ചോദിച്ചു, ആ MP എവിടെ ഉണ്ട് ഇപ്പോൾ? ഞാൻ പറഞ്ഞു അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് പറയട്ടെ. അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ അദ്ദേഹം സിംഗപ്പൂരോ മറ്റോ ആണ്. അപ്പോൾ എനിവേ കോണ്ടാക്ട് നമ്പർ പിതാവിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പിതാവ് പറഞ്ഞു ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. വിളിച്ചു. ഏതായാലും ദൈവഭാഗ്യം പോലെ അദ്ദേഹം ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ഒരു അച്ഛൻ ഇന്ന് പോകേണ്ടതാണ് കാനഡ എംബസിയിൽ നിന്ന്, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടറി 2 പേരും പറഞ്ഞു മെയിൽ അയച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം അദ്ദേഹം പറയുകയാണ്, അപ്പോഴാണ് പുള്ളി അത് അറിയുന്നത്. മറ്റവന്മാർ ചുമ്മാ അടിച്ചാണ്, അയച്ചിട്ടുണ്ട് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, വെറുതെ പറഞ്ഞാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, അത് പിതാവേ നമുക്ക് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വിളിച്ച് പിതാവിനോട് പറഞ്ഞു, പിതാവേ ആ അച്ഛനോട് പിന്നെ പാന്ന് പറ, കാരണം നടക്കത്തില്ല. എന്താണെന്നറിയാം, ഈ അടുത്തിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് കാനഡ അംബാസഡറെ ഇന്ത്യ പുറത്താക്കി, ഇന്ത്യൻ അംബാസഡറെ കാനഡയും പുറത്താക്കി. എൻ്റെ പാസ്പോർട്ട് അതിനകത്തിരിക്കുകയാണ്. നിങ്ങൾ നോക്കണം, ഇവർക്ക് പുറത്താക്കാൻ കണ്ട സമയം, എൻ്റെ പാസ്പോർട്ട്. അപ്പൊ എന്നെ പിതാവ് വിളിച്ചിട്ട് പറഞ്ഞു, അച്ചോ അവരെ വിളിച്ചിട്ട് പറ അടുത്ത ആഴ്ച എങ്ങാണല്ല അടുത്ത ആഴ്ച എങ്ങാണല്ല. ഞാൻ പറഞ്ഞു അതിലും ഭേദം ഞാൻ വല്ല അന്റാർട്ടിക്കും പോയി വല്ല മഞ്ഞിനകത്ത് പാത്തിരിക്കും. എങ്ങനെയാണ് ഇപ്പൊ നിങ്ങളോട് ഇന്ന് ഞാൻ വരാന്ന് പറഞ്ഞിട്ട് സമയമാകുമ്പോൾ തലേന്ന് വിളിച്ചിട്ട് പറയാണ് പാസ്പോർട്ട് ഇല്ല, വരുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടുന്ന് ആള് പിടിച്ച് അവിടെ വണ്ടി വിളിച്ചു വന്ന് തല്ലിയിട്ട് പോകും അല്ലേ? അപ്പോ എൻ്റെ ദൈവമേ എന്നാ ചെയ്യും? അപ്പൊ ഇനി ഒരു മാനുഷിക വഴിയില്ലല്ലോ. ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം അംബാസഡർ പുറത്താക്കിയ ആൾ പെട്ടിയെടുത്ത് വീട്ടിൽ പോയി. അപ്പൊ അദ്ദേഹം MP പറയുകയാണ്, അവിടെ ഉള്ളവരെ കാനഡക്കാരെല്ലാം പോയെന്ന് പറഞ്ഞു. ഇനി ഇന്ത്യക്കാരെ കുറച്ച് പേര് അതിനകത്തുണ്ട്. പാസ്പോർട്ട് ഇനി എങ്ങനെ കിട്ടാനാണ്? എല്ലാം ഡിലേ ആണെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ എന്നാ ചെയ്യും? ഇനി മാനുഷികമായിട്ട് ഒരു വഴിയില്ലല്ലോ. അപ്പൊ ഇനി ദൈവം മാത്രമേ ഉള്ളൂ വഴി. അപ്പൊ ഞാൻ മൗണ്ട് കാർമലിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ഭയങ്കര സീക്രട്ട് ഒരു ഓപ്പറേഷൻ ഉണ്ട് എമർജൻസിയിൽ. അതെന്താണെന്നറിയോ? ഒരു 5 അച്ഛന്മാര് ഒരു 5 ബലിപീഠത്തിൽ നിന്ന് ഒരു കുർബാന അങ്ങ് ചൊല്ലും. ഓരോ അച്ഛൻ ഓരോ ചാപ്പലിലോട്ട് പോവും, കുർബാന അർപ്പിക്കും. അപ്പോൾ മൗണ്ട് കാർമലിൽ വിളിച്ച് പറഞ്ഞു, നമ്മുടെ അവസാനത്തെ ആയുധം എടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അച്ഛന്മാർ അവിടെ അന്ന് 5-6 പേരുണ്ട്. എല്ലാവരും ഓരോരുത്തരും ഓരോ ബലിപീഠത്തിലേക്ക് പോയി അവർ കുർബാന അർപ്പിക്കാൻ തുടങ്ങി. ഞാൻ ചുരുക്കി പറയാം നിങ്ങളോട്, ഉച്ചയ്ക്ക് 2:30 മണിക്ക് പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. രാത്രി സെയിം ഫ്ലൈറ്റിന് ഞാൻ ഹ്യൂമൻ സൊല്യൂഷൻസ് ഒന്നും വർക്ക് ചെയ്യത്തില്ല. അവിടെ പറ്റുമോ? കാനഡ എംബസിയുടെ വാതിക്ക് ചെല്ലുമ്പോൾ അവിടെ അകത്തോട്ട് കയറ്റി കൊടുത്തൂലുമില്ല. ഒന്നും ചെയ്യാനില്ല. അതായത് നമ്മൾ അയച്ച ഒരു കോണ്ടാക്റ്റ് അവർ കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. 5 കൊല്ലം വിസയും അടിച്ച് കാനഡയുടെ പാസ്പോർട്ട് എൻ്റെ കൈ കിടക്കും. മനസ്സിലായോ? അവിടെ ദൈവം പ്രവർത്തിച്ചാലേ പറ്റൂ. ദൈവം പ്രവർത്തിച്ചു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല സമയം കളയാതിരിക്കാൻ വേണ്ടി. ഭയങ്കര മിറാക്കുലസ് ആയിട്ടാണ് അവിടെ ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പൊ അതായത് കുരിശിൽ എന്തോരം പവറുണ്ടോ അത്രയും പവർ സിസ്റ്ററിന്റെ ചാപ്പലിലെ ബലിപീഠത്തിലുണ്ട്. അത് നമ്മൾ ആ കുർബാനയുടെ പവറിൽ ആശ്രയിച്ചാൽ അതിശക്തമായ വിമോചനം കിട്ടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അതിശക്തമായ വിമോചനം പരിശുദ്ധ കുർബാനയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകണം. അതായത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കുർബാനയെ വിശ്വസിക്കാൻ പറ്റുന്ന, അതായത് നിങ്ങൾക്കെല്ലാം കുർബാനയിൽ ഓൾറെഡി വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ദിവ്യാരണ്യ കോൺഗ്രസിന് വന്നേ അല്ലേ? വിശ്വാസമുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ ഇത്രയും പേര് നല്ല ചാർജ്ഡ് ആയിട്ട് ഇവിടുന്ന് പോയിട്ട് നിങ്ങളുടെ ഇടയിലുള്ള സകല മനുഷ്യരിലും കുർബാനയുടെ ഒരു പവർ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നതിന് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് മാറണം. അങ്ങനെ ആളുകളെ നിങ്ങൾ കുർബാനയിലേക്ക് അട്രാക്റ്റ് ചെയ്യണം. എങ്ങനെയാണ് ആളുകളെ? നമുക്ക് ഏത് കാര്യത്തിലും മനുഷ്യന് അട്രാക്ഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തു.
ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്നാ ഉണ്ടായി? ഒരു വിശ്വാസം ഉണ്ടായി. അയ്യോ ശരിയാണല്ലോ, അച്ഛൻ ദേ കുർബാന അർപ്പിച്ചപ്പോൾ അത് സംഭവിക്കാം. അപ്പം ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യണം. വിശുദ്ധ കുർബാനയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ പങ്കുവെക്കണം. മനസ്സിലായോ? ഫാമിലിയിൽ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. സകലമാന ചപ്പും ചവറും ഫോർവേഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം? അല്ല അതല്ലേ അതിനകത്ത് മുഴുവനെല്ലാം ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം? നല്ല 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 അനുഭവങ്ങൾ, നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറയാം? ഇത്രയും പേര് ഇപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നമ്പർ എനിക്ക് അറിഞ്ഞൂടാ, ടോട്ടൽ 1000 പേരെന്ന് കൂട്ടിക്കും. 2000 പേര്, ഇച്ചിരി കൂട്ടി പറഞ്ഞു 5000 പേര്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു 2000 പേര് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു 2000 പേര് അങ്ങോട്ട് ഇറങ്ങി നിങ്ങളൊരു 5 പേരെ വീതം പിടിച്ചാൽ നിങ്ങൾ 10000 പേരിലേക്ക് യേശുവിൻ്റെ കുരിശിൻ്റെ ചൈതന്യത്തെ വ്യാപിപ്പിച്ചു. 10000 പേരായില്ലേ? ആ 10000 പേരിൽ നിന്ന് അടുത്ത 50000 പേരിലേക്ക് അത് പോകും. അവിടുന്ന് അത് 2.5 ലക്ഷം ആളുകളിലേക്ക് പോകും. പോവില്ലേ? ഇതൊരു പകർച്ചവ്യാധി പോലെ വ്യാപിക്കും കുർബാന. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് ഒത്തിരി ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ ഇനി ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ പറയാം. ഒത്തിരി അനുഭവമുണ്ട്. എന്താ പറയുക, നമുക്ക് നമ്മളെ വല്ലാതെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. നമുക്കൊരിക്കലും ബലിപീഠം ഇപ്പം എനിക്ക് ജീവിതത്തിൽ ഒരു തീരുമാനമുണ്ട്. എന്താണെന്നറിയോ? ലോകത്തെവിടെ പോയാലും കുർബാന അർപ്പിക്കാതെ മുറി വിട്ടു പോകരുത്. ഇതെൻ്റെ തീരുമാനമാണ്. ഇത് ലോകത്തെവിടെ പോയാലും. ഇപ്പം ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെ കുർബാന ചൊല്ലിയത് വെളുപ്പിനെ 3 മണിക്കാണ്. ഇന്നലെ രാത്രി ഒന്നാമത് ഉറക്കമില്ല, രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ രാവിലെ റഷ് ചെയ്ത് പോരേണ്ടി വരും. അതുകൊണ്ട് രാത്രിയിൽ കുർബാന ചൊല്ലി. ഇന്നത്തെ കുർബാന ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്, ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് കുർബാന അർപ്പിച്ചിട്ടാണ് കയറി വന്നത്. എന്തെന്നറിയോ? എനിക്കറിയാം ഞാൻ കുർബാന അർപ്പിച്ചിട്ട് പോയാൽ സാത്താന് എൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതെൻ്റെ ഫെയ്ത്താണ്. കാരണം എനിക്കറിയാം ഞാൻ കുർബാന അർപ്പിച്ച് കുർബാന സ്വീകരിച്ചിട്ട് പോയാൽ അവിടെ എന്നെ ഒരു സംരക്ഷണം വലയും ചെയ്യും. എന്നെ പല രീതിയിൽ സാത്താൻ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, പല രീതിയിൽ. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും. കഴിഞ്ഞ ഏപ്രിൽ 9 ഒരു അപകടം ഉണ്ടായി. ആ കാറിൻ്റെ ഫോട്ടോ കണ്ടവർ തന്നെ അറ്റാക്ക് വന്നിങ്ങനെ ഇരുന്നു പോയി. പക്ഷെ ഒരു പോറല് പോലും ഇല്ലാതെ ദൈവം സംരക്ഷിച്ചു. എന്താ കാര്യം? അകത്ത് പരിശുദ്ധ കുർബാന കിടക്കുകയാണ്. പരിശുദ്ധ കുർബാന പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഈ കുർബാനയിൽ നമ്മൾ അതുപോലെ ആശ്രയിച്ചോണം. ഒറ്റ ദിവസം കളയരുത്. വിശുദ്ധ കുർബാന ഇല്ലാതെ ഒരു ദിവസം പോലും ജീവിക്കരുത്. $10 കുറച്ച് കിട്ടിയാലും വേണ്ടില്ല. മനസ്സിലായോ? ഒരു $100 അന്ന് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല. 1 മണിക്കൂറിൻ്റെ പൈസ പോയാലും വേണ്ടില്ല. കുർബാനയ്ക്ക് പൊക്കോണം. കുർബാനയ്ക്ക് പോയാൽ ഇന്ന് പോകുന്ന $10 പകരം കർത്താവ് നാളെ $100 തരും, അല്ലെ $1000 തരും. കുറച്ച് എനിക്കൂടെ തന്നാൽ മതി. അപ്പോ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ സിസ്റ്റർമാർ ഇത് പോകുന്നിടത്തെല്ലാം പറയണം, God is good all the time. Hallelujah. അപ്പോൾ നമ്മൾ വീണ്ടും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന ചിന്തകളുമായിട്ട് മുന്നോട്ട്. ഞാനൊരു പ്രത്യേക വിഷയത്തിൻ്റെ രീതിയിലല്ല പോകുന്നത്. ഇപ്പോൾ വിഷയമൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഞാനൊരു മടിയനായതുകൊണ്ട് ഞാൻ അങ്ങനെ തീമാറ്റിക്കായിട്ടൊന്നുമല്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ ആത്മാവ് തരുന്ന ഒരു പ്രേരണയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പാണ് നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതെല്ലാം ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം അതിനകത്ത് വരും. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് തീമാറ്റിക്കായിട്ട് കേൾക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ പോയാൽ മതി. അവിടെ അത് നല്ല അടുക്കും ചിട്ടയോടൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇവിടെ നമുക്കിങ്ങനെ ആത്മാവിൻ്റെ ഒരു കാറ്റനുസരിച്ച് അടിക്കുന്നതനുസരിച്ച് ഉള്ളിൽ വരുന്ന പ്രേരണകൾ അനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാൻ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഇപ്പോൾ സംസാരിക്കാൻ കിട്ടുന്ന ഒരു പ്രേരണ, 2 കാര്യങ്ങൾ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തേത് ഈശോ പറഞ്ഞു, യോഹന്നാൻ 6 തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈശോ പറഞ്ഞു, ഒന്നാമത്തേത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഈ ശൗത്താപൂസ അങ്ങനെ കണ്ടാണ് പറയുന്നത്. ശൗത്താപൂസ എന്ന് പറഞ്ഞാൽ ഇൻ ഡ്വെല്ലിംഗ് എന്നാണ്. ഇൻ ഡ്വെല്ലിംഗ് എന്തോ പൂച്ചയാ?
പൂച്ചയല്ല, ശൗത്താപൂസ. അപ്പോ ഇൻ ഡ്വെല്ലിങ് എന്ന് പറഞ്ഞേ, ഇൻ ഡ്വെല്ലിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത്, ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടോ? കൊണ്ടുവന്നോ? അപ്പം അത് എടുത്തിട്ട് അതിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ റൈറ്റ് ഹാൻഡ് അതിനകത്തോട്ടൊന്ന് വെച്ചേ. ഇപ്പോൾ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡിലും ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിലും വസിക്കുന്നു. ഓക്കെ, യുവർ റൈറ്റ് ഹാൻഡ് ഡ്വെൽസ് ഇൻ യുവർ ലെഫ്റ്റ് ഹാൻഡ്, യുവർ ലെഫ്റ്റ് ഹാൻഡ് ഡ്വെൽസ് ഇൻ യുവർ റൈറ്റ് ഹാൻഡ്. ഇതാണ് മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഇങ്ങനെ തിരിക്കുകയൊന്നും വേണ്ട, ചുമ്മാ വെച്ചാൽ. ഓക്കെ ഓക്കെ, അതിനകത്ത് വേറെ കലാപരിപാടികളൊന്നും വേണ്ട. ഓക്കെ ഫൈൻ, മനസ്സിലായല്ലോ? മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് എന്താണെന്ന് മനസ്സിലായോ? അതായത് ഒരെണ്ണം വേറൊരെണ്ണത്തിൽ. അപ്പം ഈശോ പറയാണ്, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യും. when you eat my body and drink my blood, I will dwell in you and you will dwell in me. ക്ലിയർ ആയില്ല? ഞാൻ ചോദിക്കാൻ പോവാ, അതെങ്ങനെ? നമ്മൾ പോയി, ലിസൺ, നമ്മൾ പോയി വിശുദ്ധ കുർബാന നമ്മളിങ്ങനെ കൈകൂപ്പി പോയി വിശുദ്ധ കുർബാന നാവിലേക്ക് സ്വീകരിച്ചു, അല്ലെങ്കിൽ കൈ വാങ്ങിച്ച് നമ്മൾ സ്വീകരിച്ചു. അപ്പോൾ ഈശോ നമ്മളിൽ വന്നു, അത് നമുക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് എക്സ്പ്ലെയിനബിൾ. ഈശോ എന്നിൽ വന്നു. പക്ഷെ എൻ്റെ സംശയം, നമ്മളെങ്ങനെ ഈശോയിൽ പോണേ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ക്ലിയറായോ? ചോദ്യം മനസ്സിലായോ? അതായത് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, ഓക്കെ, നിങ്ങൾ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നിങ്ങളിലേക്ക് വരുന്നു. ദാറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങളെങ്ങനെയാണ് ഈശോയിലേക്ക് പോണേ? അപ്പൊ അതെങ്ങനെയാണ്? അത് മനസ്സിലാക്കിയാലേ നമുക്ക് ജീവൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. റെഡിയാണോ? യെസ്. ചോദ്യം മനസ്സിലായോ? എന്നാ പറ, എന്താ ചോദ്യം? ഈശോ നമ്മളിൽ വരുന്നു എന്നുള്ളത് ക്ലിയറാണ്. നമ്മൾ എങ്ങനെയാണ് ഈശോയിൽ പോണത്? എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും. ഞാൻ അവനിൽ വസിക്കുന്നു. ഓക്കെ, അത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളെങ്ങനെയാണ് നിന്നിൽ വസിക്കുന്നത്? അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. എനിക്കത് മനസ്സിലായത് ഒരു സിമ്പിൾ ബയോളജിക്കൽ പ്രിൻസിപ്പിളിലൂടെയാണ്. അതായത് ഇമാജിൻ, ഇങ്ങോട്ട് നോക്കിക്കോ, കാണാൻ പറ്റുമോ? ഇതെൻ്റെ ഫോട്ടോയാണല്ലോ. ഓക്കെ ഓക്കെ, ഇങ്ങോട്ട് നോക്കി, ഇത് ഇങ്ങോട്ട് നോക്കണേ. ഇവിടെ ഇവിടെ പുല്ല്, ഇവിടെ പശു, ഇവിടെ മനുഷ്യൻ. ഇവിടെ എന്താണ്? പുല്ല്, ഇവിടെ പശു, ഇവിടെ മനുഷ്യൻ. പശു പുല്ല് തിന്നു. പശുവിനെ പശു വേണ്ട, പന്നി. പശു നമ്മൾ കളഞ്ഞു. പന്നി പുല്ല് തിന്നില്ല. പക്ഷെ ഈ കഥയിലെ പന്നി പുല്ല് തിന്ന. ആട് വേണ്ട, പന്നിയാണ് നല്ലത്. അതാണ് എനിക്ക്. അപ്പോ പുല്ല്, പശു, മനുഷ്യൻ. അല്ല, പന്നി വേണ്ട. പുല്ല്, പറയൂ, പശു, മനുഷ്യൻ. ഈ പുല്ലിനെ ആര് തിന്നു? ഈ പശുവിനെ ആര് തിന്നു? അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് നേരത്തെ വന്നപ്പോൾ പുല്ലുണ്ടായിരുന്നു, ഇപ്പൊ പുല്ലില്ല. ഞാൻ ചോദിക്കുകയാണ്, പുല്ലെവിടെ? അപ്പോൾ എന്നോടൊരാൾ പറയുന്നു, ഈ പുല്ല് പശുവായി മാറി. സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഈ പുല്ല് എവിടെ? ഞാൻ ചോദിക്കുകയാണ്, ഈ പുല്ലെവിടെ? പുല്ല് പശുവായി മാറി. ഈ പശുവിനെ തോമാച്ചൻ തിന്നു. ഞാൻ ചോദിക്കുകയാണ്, പശു എവിടെ? പശു തോമാച്ചനായി മാറി.
അല്ലേ? ദിസ് ഈസ് എ ബയോളജിക്കൽ പ്രിൻസിപ്പിൾ. വെജിറ്റബിൾ ലൈഫ് ഈസ് അസിമുലേറ്റഡ് ഇൻ ടു ആനിമൽ ലൈഫ് ആൻഡ് ആനിമൽ ലൈഫ് ഈസ് അസിമുലേറ്റഡ് ഇൻ ടു ഹ്യൂമൻ ലൈഫ്. ഓക്കെ, ക്ലിയർ ആണോ? വാട്ട് ഈസ് എ പ്രിൻസിപ്പിൾ? ലോവർ ഫോം ഓഫ് ലൈഫ് ഈസ് അസിമുലേറ്റഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ്. ദിസ് ഈസ് എ പ്രിൻസിപ്പിൾ. ലോവർ ഫോമാണിത്, വെജിറ്റബിൾ ലൈഫ്. അപ്പോൾ ഈ ആനിമൽ ലൈഫ് വെജിറ്റബിൾ ലൈഫിനെ ആഹരിക്കുമ്പോൾ, ഭക്ഷിക്കുമ്പോൾ, ലോവർ ഫോം ഓഫ് ലൈഫ് വിൽ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ്. When this animal is eaten by Thomas, this lower form of life, that is the animal life, is assimilated into human life, Thomas life. Clear? ഈ പ്രിൻസിപ്പിൾ വെച്ച് ഈ തോമസ് പോയി കുർബാന സ്വീകരിച്ചപ്പോ പ്രിൻസിപ്പിൾ ഓർത്തോണം. പുല്ല് പശുവായി, പശു തോമസായി. തോമസ് പോയി കുർബാന സ്വീകരിച്ചപ്പോ വിച്ച് ഈസ് ഹയർ ലൈഫ്? തോമസിന്റെ ലൈഫാണോ യേശുവിന്റെ ലൈഫാണോ? യേശുവിന്റെ ലൈഫ് ഡിവൈൻ ലൈഫാണ്. ഏതാണ് ഹയർ? അപ്പൊ തോമസ് ആരായി? മനസ്സിലായോ? ഒരു കയ്യടി തരണം ഇതിന്. ഇത് ലോകത്തിൽ ആരും വിശദീകരിച്ചിട്ടില്ല എക്സെപ്റ്റ് ഫാദർ ഡാനിയൽ. മനസ്സിലായോ? ഇത് ലോകത്താരും വിശദീകരിച്ചിട്ടില്ല. എങ്ങനെയാണ് നമ്മൾ ഈശോ ആയിട്ട് മാറുന്നത്? എങ്ങനെയാണ് നമ്മൾ ഈശോ ആയിട്ട് മാറുന്നത്? When this lower form of life, this human life is assimilated into that divine life, my life is transformed into his life. അപ്പോൾ ശ്രദ്ധിക്കണം, കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മിലേക്ക് വരിക മാത്രമല്ല, കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയിലേക്ക് വളരുക കൂടി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ടെക്നിക്കലി തിയറിറ്റിക്കലി അങ്ങനെ നടക്കുന്നുണ്ട്. പ്രാക്ടിക്കലി നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഇനി ചിന്തിക്കാം. ഇനി അടുത്ത അതാണ്. ഇപ്പൊ പിടി കിട്ടുന്നുണ്ടോ? സോ there is every possibility of me growing into Jesus' life whenever I eat his body and his blood. So there is every chance available to me to grow into his divine life. അപ്പൊ അങ്ങനെ ഒരു സാധ്യത ഈ കുർബാന എൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഈശോ പറയാണ്, നിങ്ങൾ എന്നെ ഭക്ഷിക്കുമ്പോൾ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കും. ഇത്രയും മനസ്സിലായെങ്കിൽ അടുത്തത് ഇതിനകത്ത് ഈശോ പറയുന്ന രണ്ടാമത്തെ കാര്യം, ആ 53 വാക്യം, 6:53, സത്യം സത്യമായി, ആമേൻ ആമേൻ, ട്രൂലി ട്രൂലി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ. അപ്പൊ എന്ത് ജീവനാ ഇത്? നിത്യജീവൻ എന്നൊക്കെ പറയുമ്പോൾ മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന എന്തോ ഒരു സാധനമാണെന്നൊരു ധ്വനി വരും. നിത്യജീവൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിന് അങ്ങനെ ഒരു കൊണോട്ടേഷൻ ഉണ്ട്. എന്നാൽ ഡിവൈൻ ലൈഫ് എന്ന് പറ, ദൈവത്തിൻ്റെ ജീവൻ, വെജിറ്റബിൾ ലൈഫ്, ആനിമൽ ലൈഫ്, ഹ്യൂമൻ ലൈഫ്, ഡിവൈൻ ലൈഫ്. അപ്പോൾ നമ്മൾ ജീവൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. എന്താണ് ഈശോ ഉദ്ദേശിക്കുന്ന ഈ ജീവൻ? നിങ്ങൾക്ക് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ ജീവൻ ഉണ്ടായിരിക്കത്തില്ല. നമുക്കെല്ലാം ജീവൻ ഉണ്ടല്ലോ ഓൾറെഡി. അപ്പം ഈ ജീവൻ അല്ലത്. അപ്പം നമുക്കത് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം എടുക്കുക. യോഹന്നാൻ 1-ാം അധ്യായം എടുക്കുക. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ എന്തുണ്ടായിരുന്നു? അയ്യയ്യേ, മൊത്തത്തിൽ ഈ വായന തടസ്സപ്പെട്ടു. ഞാനൊരു സീരിയസ് റീഡറാണ്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഓൾ റൈറ്റ്, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല, സമസ്തം അവനിലൂടെ ഉണ്ടായി. അവനിൽ ജീവനുണ്ടായിരുന്നു. യോഹന്നാൻ ഈ സുവിശേഷം എഴുതുമ്പോൾ
അത് AD 90 എഴുതുന്നത്. AD 90. ഈശോ മരിച്ചിട്ട് ഏകദേശം ഒരു 50 വർഷം ഒക്കെ കഴിയുമ്പോഴാണ് ഇത് എഴുതുന്നത്. ഒരു 50 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ ജീവചരിത്രം എഴുതുമ്പോൾ, ബയോഗ്രഫി എഴുതുമ്പോൾ യോഹന്നാൻ എഴുതുകയാണ്, അവനിൽ ജീവനുണ്ടായിരുന്നു. അത് ഞങ്ങൾക്കറിയാമല്ലോ അവന് ജീവനുണ്ടായിരുന്നെന്ന്. നിങ്ങളിങ്ങനെ വിചാരിച്ചേ, ഞാൻ അമ്മയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മ. അപ്പോൾ അമ്മ എന്നോട് ചോദിക്കത്തില്ല. ഉദാഹരണം, അമ്മ എന്നോട് ചോദിച്ചു, മോനെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ചോദിക്കത്തില്ല. അത്തരം ചോദ്യങ്ങളൊന്നുമില്ല. യാത്ര അപ്പോൾ ചോദിച്ചെന്ന് വിചാരിച്ചോ, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ 14 മണിക്കൂർ, അയ്യോ ഒറ്റ ഇരിപ്പ്. എനിക്കിത്ര നീളം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമായിരുന്നോ? യൂട്യൂബിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഞാനൊരു കുള്ളനാന്നല്ലേ നിങ്ങൾ വിചാരിച്ചിരുന്നേ. പക്ഷേ ഈ നീളമുള്ളതിന് ഒത്തിരി അപകടം ഉണ്ടെന്നറിയാം. നിങ്ങളിരിക്കുന്ന ഒരു സീറ്റിലും എനിക്ക് പ്ലെയിനിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കണം, കാല് നീട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്നുകിൽ എമർജൻസി എക്സിറ്റ് കിട്ടണം, അല്ലെങ്കിൽ മറ്റേ പിള്ളേരും കൊണ്ട് ഇരിക്കുന്ന ഒരു സീറ്റുണ്ടല്ലോ അത് കിട്ടണം, അല്ലെങ്കിൽ പാടാം ഇരിപ്പ്. ഇത്രയും മണിക്കൂറും ഇല്ലേ. അപ്പോൾ ഞാൻ പറയാണ്, അമ്മ ഭയങ്കര പാടായിരുന്നു, ഇരുന്നിരുന്നിരുന്നിരുന്ന് മടുത്ത്. പിന്നെ ആകെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇടതുവശത്ത് തലപ്പാവൊക്കെ കിട്ടിയ ഒരു സിക്കുകാരനായിരുന്നിരുന്നേ, ടർബനൊക്കെ കെട്ടിയ സിക്കുകാരൻ. ഉദാഹരണമാണേ, എൻ്റെ ഇടതുവശത്ത് ഒരു സിക്കുകാരനല്ല, എന്നൊരു അമ്മച്ചിയായിരുന്നു. ആ അമ്മച്ചിക്ക് മറ്റേ ബ്രെഡൊക്കെ കൊണ്ടിരുന്ന ഒരു കവറിനകത്തല്ലേ, മറ്റേ ബന്നൊക്കെ തന്നെ, ആ കവറ് പൊട്ടിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. ഈച്ച് ടൈം മീല് വരുമ്പോൾ ഈ കവറ് പൊട്ടിക്കൽ എൻ്റെ ജോലിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. കാരണം എപ്പോഴാണ് അമ്മച്ചി ഇത് പൊട്ടിക്കാൻ ഇങ്ങനെ തോണ്ടിയിട്ട് പൊട്ടിച്ചു തരുമോ? പിന്നെ ഞാൻ പാവില്ലേ, അമ്മച്ചി പാവില്ലെന്ന് ഓർത്തിട്ട് ഞാൻ എപ്പോഴും ഇത് പൊട്ടിച്ചു കൊടുക്കും. എൻ്റെ ജോലി അതായിരുന്നു, ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. അപ്പൊ ഞാൻ പറയണ, അമ്മ എൻ്റെ ഇടതുവശത്തിരുന്നത് ടർബനൊക്കെ കെട്ടിയ ഒരു സിക്കുകാരനായിരുന്നു. ഭയങ്കര ഒരു മനുഷ്യൻ. അമ്മ അയാളുടെ കയ്യിൽ വാളൊക്കെ ഉണ്ടായിരുന്നു, വാള്. ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറയാണ്, അമ്മ അയാൾക്ക് ജീവനുണ്ടായിരുന്നു, വെച്ചിട്ട് പോണെന്ന് പറയില്ലേ. കാരണം അത് അണ്ടർസ്റ്റുഡ് അല്ലേ, ജീവനുണ്ടെന്ന്. എന്നാൽ ഞാൻ അമ്മയോട് പറയാണ്, അമ്മ പിന്നാണ് മനസ്സിലായത് അയാൾക്ക് ജീവനില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ന്യൂസ് വാല്യൂ ഉണ്ട് ഇല്ലേ? അപ്പൊ വായനക്കാരനായ ഞാൻ ഇവിടെ വന്നപ്പോ തപ്പി, എന്താ അവനിൽ. അപ്പൊ അതെന്താ അപ്പൊ അങ്ങനെ പറയുന്നതെന്ന് ആലോചിക്കുമ്പോൾ വായനക്കാരന് സംശയമുണ്ടാകാതിരിക്കാൻ യോഹന്നാൻ വേറൊരു വചനം കൂടെ എഴുതി വെച്ചു, ആ ജീവൻ മനുഷ്യരുടെ. ആ വാക്യം എന്തിനാണ് എഴുതിയത്? നിങ്ങൾക്ക് സംശയമുണ്ടാവും, അതുകൊണ്ട് ആ സംശയം ഉണ്ടാകാതിരിക്കാൻ വായനക്കാരാ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നീ ഉദ്ദേശിക്കുന്ന ഒരു ജീവനല്ല അത് നിന്റെ ഒരു ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് പറയുന്ന വാചകമല്ല. അത് നീ വിചാരിക്കുന്നതിനേക്കാളും ഡിഫറൻ്റ് ആയ ഒരു ജീവനാണ്. ആ ജീവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ വെളിച്ചമായ ജീവനാണ്. ആ ജീവന്റെ പ്രത്യേകത, ആ ജീവൻ എവിടെ പോയി നിൽക്കുന്നോ അവിടെ വെട്ടമുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? പതുക്കെ മനസ്സിലാക്കി വരണം. എന്താണ് ജീവൻ? അതായത് ആ ജീവൻ എവിടെ പോയി നിന്നാലും അവിടെ വെളിച്ചമുണ്ടാകും. അവിടെ ഒരു വെളിച്ചമുണ്ടാവും, അവിടെ അന്തരീക്ഷത്തിൽ ഒരു വെളിച്ചമുണ്ടാവും. എവിടെ പോയി നിന്നാലും അങ്ങനെ ജീവനുള്ളവർ എവിടെ നിന്നാലും വെളിച്ചമുണ്ടാവും. എൻ്റെ കൂട്ടത്തിലെ ഒരു ചെറുപ്പക്കാരൻ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ റോമാലേഖനം ഒരുമിച്ചിരുന്ന് പഠിച്ചു. റോമാലേഖനം പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു 10-35 പേരെ ഒളിച്ചിരുത്തി, ആരും കാണാതിരുത്തി ഞാൻ റോമാലേഖനം പഠിപ്പിച്ചു. കോവിഡിൻ്റെ സമയമാണ്, പോലീസ് പിടിക്കും ആ സമയത്ത്. അപ്പോൾ കെട്ടിടത്തിനകത്ത് ആരും കാണാതെ പാത്തിരുന്ന് പുറത്തെങ്ങും പോകാതിരുന്ന് റോമാലേഖനം പഠിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവന് സുവിശേഷം പ്രസംഗിക്കണം. അങ്ങനെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ഇന്ത്യയിൽ പല ഭാഗത്തും അവൻ ജോലിയുടെ ഭാഗമായി യാത്ര ചെയ്യുമ്പോൾ ഒരു പെട്ടിക്കകത്ത് അവൻ്റെ തുണിയും സാധനങ്ങളും വെച്ച് വേറൊരു പെട്ടിക്കകത്ത് അവൻ യേശു ഏകരക്ഷകനാണെന്ന് എഴുതിയ ലീഫ്ലെറ്റുകളുമായി യാത്ര ചെയ്യും. എന്നിട്ട് ട്രെയിനിൽ കയറി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. വലിയ ഉദ്യോഗസ്ഥനാണ്.
കർണാടക വെച്ച് മെമു ട്രെയിനിൽ കയറിയിട്ട് ഈ ലീഫ്ലെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ അവൻ്റെ കഴുത്തെ കയറി പിടിച്ചിട്ട് പറഞ്ഞു ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. അവൻ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ കയറി ഈ ലീഫ്ലെറ്റ് കൊടുക്കുമ്പോൾ ഒരുത്തൻ അവൻ്റെ ലീഫ്ലെറ്റ് വലിച്ചു കയറി കളഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു, ഇവനെ കൊണ്ടുപോയി റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇത് കൊടുക്കാൻ അനുവാദമില്ല, നീ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. ഫൈൻ എത്രയാണ്? 500 രൂപ. അപ്പോൾ ഇവൻ പറഞ്ഞു ഗൂഗിൾ പേ ചെയ്യട്ടെ. ഗൂഗിൾ പേ എടുക്കില്ല, ക്യാഷ് തരാൻ പറഞ്ഞു. എന്നാലേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നയാൾ പറഞ്ഞില്ല, അതാണ് അതിൻ്റെ. അപ്പോൾ അങ്ങനെ അവൻ ATM പോയി ക്യാഷ് എടുക്കാമെന്ന് പറഞ്ഞ് ഇവൻ ഓടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു പോലീസുകാരനെ ഇവൻ്റെ കൂടെ വിട്ടു. ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ എനിക്ക് ആദ്യം ഭയങ്കര നാണക്കേട് തോന്നി. വിലങ്ങൊന്നും വെച്ചിട്ടില്ലേലും ഒരു പോലീസുകാരൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരു കള്ളനെ പോലെ ഞാൻ നടന്നു പോകുമ്പോൾ എനിക്ക് നാണക്കേട് തോന്നി. എന്നാലും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പോകുന്ന വഴിക്ക് ഈ പോലീസുകാരനെ ഒറ്റയ്ക്ക് കിട്ടിയതല്ലേ, അയാളോട് സുവിശേഷം പറയാം. അപ്പൊ ATM ആ കൗണ്ടറിൽ അവിടെ ആ ATM മെഷീൻ്റെ അടുത്ത് എത്തുന്നവരെ ഇവൻ ആ പോലീസുകാരനോട് കർത്താവായ യേശു ക്രിസ്തു ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ പോലീസുകാരാ, രക്ഷയ്ക്ക് വേറെ ആരും ഒരു വഴിയില്ല, ഈശോ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഈ ലീഫ്ലെറ്റും കൊടുത്ത് അയാളത് പോക്കറ്റ് വെച്ചിട്ട് വായിക്കാന്നൊക്കെ പറഞ്ഞ് പോരുന്ന വഴിക്ക് വരുന്ന വഴിക്കെല്ലാം ഇയാളോട് സംസാരിച്ച് തിരിച്ചു വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഫൈൻ അടച്ചിട്ട് ഇൻസ്പെക്ടറോട് അവൻ പറഞ്ഞു, സാർ എന്തായാലും ഞാൻ ഫൈൻ അടച്ചില്ലേ, ഒരു 5 മിനിറ്റ് ഞാൻ സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ ആ പോലീസ് ഇൻസ്പെക്ടറോട് അവൻ സുവിശേഷം പ്രസംഗിച്ച് ലീഫ്ലെറ്റും കൊടുത്തിട്ട് അവിടുന്ന് സന്തോഷമായിട്ട് പാട്ടും പാടി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ പോലീസുകാരാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് ഇന്ന് 2 പോലീസുകാരോട് സുവിശേഷം പറയാൻ എനിക്ക് ദൈവം അവസരം തന്നു. അല്ലെങ്കിൽ എന്നെ അവർ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ 2 പോലീസുകാര് ഒരിക്കലും സുവിശേഷം അറിയത്തില്ലായിരുന്നു എന്ന് തോന്നിയത് കൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് കർത്താവ് അവരെ സുവിശേഷം കേൾപ്പിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ പ്രതി അപമാനം സഹിക്കാൻ ഭാഗ്യം കിട്ടിയതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു എന്നവൻ എന്നെ വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു പെർസ്പെക്റ്റീവിൻ്റെ ഡിഫറൻസ് ആണ്. ഒരു സിറ്റുവേഷനെ ഒരാൾ വേറൊരു കണ്ണിലൂടെ കാണുകയാണ്, വേറൊരു ആംഗിളിലൂടെ കാണുകയാണ്. അയാൾക്ക് ഹ്യൂമിലിയേഷൻ ഉണ്ടാവേണ്ട ഒരു സിറ്റുവേഷനെ അയാൾക്ക് ആഘോഷിക്കാനുള്ള ഒരു സിറ്റുവേഷനാക്കി മാറ്റുകയാണ്. അതിനവനെ സഹായിക്കുന്നത് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഹ്യൂമൻ ലൈഫല്ല, ഡിവൈൻ ലൈഫാണ്. കാര്യങ്ങളെ വ്യത്യസ്തതയോടെ കാണാൻ. ഈ നാട്ടിൽ ഒരു സ്ഥലത്ത് എന്താ പറയുക, പിന്നെ കുരിശുപള്ളി ഉണ്ടോ, ഷ്രൈൻ. കുരിശുപള്ളിയിൽ സാമൂഹ്യ വിരുദ്ധർ ആയ ആളുകൾ എന്ന് പറയുക, സാമൂഹ്യ വിരുദ്ധരെന്ന് പറഞ്ഞാൽ എന്താ, ഈ കള്ളുകുടിയന്മാർ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ വന്നിട്ട് ഈ കുരിശടിയുടെ ചുറ്റിനും കുരിശുപള്ളിയുടെ ചുറ്റിനും ഇരുന്നിട്ട് കള്ളു കുടിക്കുക, അത് പരിപാടി. അപ്പോൾ നാട്ടുകാരെല്ലാം ഭയങ്കര, ഈ പള്ളിക്കാരെല്ലാം ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, അസ്വസ്ഥതയായി ഇവരെ കൊണ്ട്. ഇവരെ ഇങ്ങനെ പിടിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആരൊക്കെയാണെന്ന് മനസ്സിലായില്ല. എന്നാൽ ഒരു ദിവസം ഇവർക്ക് മനസ്സിലായി ഇതാരാണ്. എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കുടിയന്മാരെല്ലാം കൂടെ അവിടെ നിന്ന് കുടിച്ചിട്ട് മദ്യക്കുപ്പിയിട്ട് അവസാനം ഇവർ അവിടെ തന്നെ 1ഉം 2ഉം ഒക്കെ സാധിച്ചിട്ട് പോയി. എവിടാ? കുരിശുപള്ളിയുടെ ആ തറയിൽ. രാവിലെ പള്ളിക്കാർ മണിയൊക്കെ അടിച്ച് എല്ലാവരെയും വിളിച്ച് വികാരിച്ചാൽ എല്ലാവരും വന്ന് ജംഗ്ഷനിൽ ഇങ്ങനെ വലിയ ആൾക്കൂട്ടം. അപ്പൊ ആളെ മനസ്സിലായി. ഇടവകപ്പെട്ട ഒരുത്തരാണ് ഇതിൻ്റെ നേതാവെന്ന് മനസ്സിലായി. അപ്പൊ ഇടവക്കാർ പറഞ്ഞു, അച്ഛാ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇത് വെറുതെ വിടാൻ പറ്റില്ല. വി ഷുഡ് ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ഇപ്പൊ വികാരിച്ചൻ അവരെക്കാളും തീക്ഷ്ണതയുള്ള ആളാണ്. അച്ഛൻ പറഞ്ഞു, ഇന്നിപ്പം എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. ഇവിടെ ചൂല് കിട്ടുമെന്ന് ചോദിച്ചു. ചൂല് അവർ വിചാരിച്ചു ചൂലും കൊണ്ട് വല്ലതും ഇവനെ അടിക്കാനായിരിക്കും ഓർത്തു. ഇത് ചെയ്തവനെ ചൂല് കിട്ടുന്നു. 1, 2 എത്ര ചൂല് വേണം? 1 മതി എന്ന് പറഞ്ഞു. ആ ചൂല് വന്നു. ബക്കറ്റ് കിട്ടുമോ? ബക്കറ്റ്. പിന്നെന്ത്? ബക്കറ്റ് പിരിവിനായിരിക്കും എന്ന് ഓർത്തു. ബക്കറ്റ്. വെള്ളം കിട്ടുമെന്ന് ചോദിച്ചു. വെള്ളമോ? ഇഷ്ടം പോലെ വെള്ളം. വെള്ളം എവിടെ കിട്ടുമെന്ന് പറഞ്ഞു. വിചാരിച്ച നേരെ പോയി ബക്കറ്റിനകത്ത് മുഴുവൻ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഈ വൃത്തികെട്ടിനകത്തോട്ട് ഒഴിച്ച് ഇത്തിരി ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് നീറ്റാക്കിയിട്ട് പറഞ്ഞു, നമ്മൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞു. മനസ്സിലായോ?
ഇത് നോർമൽ ഹ്യൂമൻ ബിഹേവിയർ അല്ല, ആണോ? നമ്മളാണെങ്കിൽ 2 ജാഥ, 3 മുദ്രാവാക്യം, പോലീസ് സ്റ്റേഷൻ ഉപരോധം, ഇത് ചെയ്തവൻ്റെ വീട് വളയൽ, ആക്രമണം, ചീത്തവിളി, പള്ളിയിൽ നിന്ന് പുറത്താക്കൽ. ഇത് വേറൊരു ജീവിതമാണ്, വേറൊരു ജീവിതം. നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? നമ്മുടെ സാധാരണ ജീവിതമല്ല, വേറൊരു ജീവിതം. ആകാശപ്പറവുകളുടെ ആ ശുശ്രൂഷ തുടങ്ങിയ ഒരു കുറ്റിക്കലച്ചനുണ്ട്, മരിച്ചുപോയി. കുറ്റിക്കലച്ചൻ ട്രെയിനിൽ കയറിയ സമയത്ത് ഒരു സ്ത്രീ അച്ഛൻ വേഷത്തിൽ ഒരാളെ കണ്ട ഉടനെ വായി വരുന്ന തെറിയെല്ലാം അങ്ങ് പറയാൻ തുടങ്ങി. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ എന്തെങ്കിലും സ്ഥാപനത്തിൽ വന്ന് എന്തെങ്കിലും നല്ല അനുഭവം കിട്ടിപ്പോയൊരു ചേച്ചിയായിരിക്കും. അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും കണ്ട അപ്പം തന്നെ ചീത്ത വിളിക്കണം. അപ്പോൾ ഇതെന്ത് ചെയ്തു? ഈ ചേച്ചി ഇങ്ങനെ ഫലസിക്കുക തന്നെയാണ്, തെറി പറയുകയാണ്. അപ്പൊ കേട്ടിരുന്നവർ പോലും ഫ്രീസായി പോകുന്ന തരത്തിലാണ് ഈ ചേച്ചിയുടെ പ്രതികരണം. അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ 2 മിനിറ്റ് അത് കേട്ടിട്ട് അച്ഛന്മാരെയാണ് തെറി വിളിക്കുന്നത് മനസ്സിലായപ്പോ നേരെ ആ സ്ത്രീയുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ കാലേ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഭാഗത്തു നിന്ന് എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ പെങ്ങളെ എന്ന് പറഞ്ഞു. ആ കമ്പാർട്ട്മെന്റിൽ മുഴുവൻ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. ആ മുറിക്കകത്ത് മുഴുവൻ വെളിച്ചമുണ്ടായി. ഇതിനെ വിളിക്കുന്ന പേരാണ് ജീവൻ. പിടികിട്ടുന്നുണ്ടോ? സാധാരണ മനുഷ്യര് പെരുമാറുന്നതിൽ നിന്ന് ഉയർന്ന നിലവാരത്തിൽ പെരുമാറാനുള്ള ഒരു വെളിച്ചത്തിന്റെ പേരാണ് ജീവൻ. പിടികിട്ടിയോ? പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഈ ജീവൻ, ഈശോ പറയാണ്, ഈ ജീവൻ നിങ്ങളുടെ ഈ പഴയ ശരീരത്തിൽ നിന്ന് വരുത്തില്ല. വരുവോ? വരുവോ? നമ്മളെ ഒരാളിപ്പം നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചോ, നിങ്ങൾ mcrc@gmail.com നമ്മുടെ മെയിലാണത്. നിങ്ങൾ ആ ഇമെയിലിനകത്ത് ഫാദർ ഡാനിയേൽ ഒരു മഹാവൃത്തികെട്ടവനാണ്, ഇങ്ങനെ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഇയാളൊരു ഫ്രോഡാണെന്ന് കണ്ടാലേ അറിയാം, ഇയാളെക്കുറിച്ച് എനിക്ക് നിങ്ങൾ ഈ കാണുന്നതൊന്നും അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്നെ തെറി വിളിച്ച് മെയിൽ അയച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചു. 1 മെയിലായി, 2 മെയിലായി, 3 മെയിലായി, 4 മെയിലായി, എന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചീത്ത വിളിച്ച്. അപ്പൊ ഈ മെയിൽ ഞാനാണ് വായിക്കുന്നത്, ഞാൻ തന്നെ വായിക്കുകയാണ് ഇത് മുഴുവൻ. ഒടുവിൽ ഞാൻ തിരിച്ചറിയുകയാണ്, ന്യൂജേഴ്സിയിലുള്ള ഒരാളാണ് ഈ മെയിൽ അയക്കുന്നത്. എങ്ങനെ അറിഞ്ഞെന്നല്ലേ? എനിക്ക് ദർശനമുണ്ട്, എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ വരാം, ആളുടെ അടുത്തോട്ട് വരാം. അതായത് ഇനിയെങ്കിലും സത്യം തുറന്നു പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ നേരിട്ട് വരും. സത്യം തുറന്നു പറയാൻ ഇങ്ങോട്ട് വന്നാണോ? അല്ല. ഓക്കെ, ഏതാ ഈ സൈഡിലാണോ? ഇവിടെയാണോ അത് ആളുള്ളത്? അയ്യാ, അപ്പോ ഇങ്ങോട്ട് നോക്കിയേ. അപ്പൊ ഞാനിത് കണ്ടുപിടിച്ചു. എന്ത്? ഇതാരാണ് അയച്ചതെന്ന് ഞാൻ കണ്ടുപിടിച്ചു, കയ്യോടെ പിടിച്ചു. അപ്പോ ആള് സോറിയും പറഞ്ഞു കേട്ടോ. അപ്പോ ഇത് ഉദാഹരണമാണ് കേട്ടോ, ഉദാഹരണമാണ്, സീരിയസ് ആയിട്ട് എടുക്കരുത്. അല്ല പിന്നെ ഞാൻ ഇത്ര രഹസ്യമായിട്ട് ചെയ്തിട്ട് അച്ഛൻ എങ്ങനെ അറിഞ്ഞെന്ന് ഓർത്ത് വിഷമിക്കൊന്നും ചെയ്യരുത്. ഇത് ജസ്റ്റ് ഉദാഹരണം മാത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി. പേരെന്താ? മാത്യു ആണ് ഇത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. തോന്നിയല്ല, മനസ്സിലായി. ഭർത്താവാണോ? ആണോ? ഭർത്താവാണോ? ചുമ്മാ അല്ല, തോന്നിയല്ല, സത്യമായി എനിക്ക്. അപ്പോൾ ഇങ്ങോട്ട് നോക്കണേ, ശരിക്കും മനസ്സിലാക്കി. അപ്പോൾ എനിക്കിത് മാത്യു ഉദാഹരണമാണേ, ഡോണ്ട് ബി അപ്സെറ്റ്. അയ്യാ, അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ഇത് പിന്നെ മാത്യു ചെയ്തതെന്ന് മനസ്സിലായി. അപ്പം ഞാൻ നോക്കുമ്പോൾ മാത്യു തൊട്ട് കൺമുമ്പിൽ ഇരിപ്പുണ്ട് താനും. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്, ഞാൻ എത്ര നല്ല തീരുമാനം എൻ്റെ ഉള്ളിൽ മാത്യുവിനോട് നന്നായിട്ട് പെരുമാറാൻ എടുത്താലും മാത്യുവിനെ കാണുമ്പോൾ എൻ്റെ മുഖം മാറും. സത്യമല്ലേ പറയണേ?
എന്തോരം തീരുമാനം എടുത്താലും മാറും. ഇനി 1-2 വാക്കുകളൊക്കെ പൊളൈറ്റായിട്ട് നല്ല രീതിയിലൊക്കെ പറഞ്ഞാലും ഒരു 3-4 സെന്റൻസ് കഴിയുമ്പോൾ ഞാൻ പറയും, ഇയാൾ കൂടുതലൊന്നും പറയണ്ട, മറ്റേ മെയിലിൻ്റെ കാര്യം ഞാൻ പറയാതിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ഇത് അറിയാതെ വരില്ലേ? നോർമൽ കേസിൽ നമ്മുടെ ഈ ബയോളജിക്കൽ ബോഡിയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് ജീവൻ വരില്ല. ക്ലിയറായോ? ആ ജീവൻ പുറപ്പെടുവിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ ബോഡിക്ക് ഇല്ല. കിട്ടിയോ? അപ്പോ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട്, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇൻസൈറ്റ് എന്തെന്ന് വെച്ചാൽ, ഈശോ എന്തിനാ ഈശോയുടെ ശരീരം നമുക്ക് തരുന്നേ? ആ സ്നേഹമൊന്നുമല്ല. ആ സ്നേഹമല്ല ഇവിടെ സ്നേഹമല്ല. അതായത് ഈശോ പറയാണ്, ഈ യൂദാസ് എന്നെ ഒറ്റിക്കൊടുത്തിട്ട് പൈസയും വാങ്ങിച്ച് എൻ്റെ മുമ്പിൽ ഒന്നും അറിയാത്തവരിയ്ക്കുമ്പോൾ അവൻ ആദ്യം എൻ്റെ ശരീരം മുറിച്ചു കൊടുക്കാൻ മുഖം മാറാതെ, മനസ്സ് മടുക്കാതെ, കുറ്റപ്പെടുത്താതെ കൊടുക്കാൻ പറ്റുന്ന ഒരു ജീവനുണ്ടല്ലോ, ആ ജീവൻ നിനക്കുണ്ടാവണമെങ്കിൽ നിന്റെ ശരീരത്തിൽ നിന്ന് അത് വരാത്തത് കൊണ്ട് എൻ്റെ ശരീരം ഞാൻ നിനക്ക് തരുകയാണ്. ആ ശരീരത്തിൽ എൻ്റെ യൂദാസിനോട് കാണിച്ച സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ജീവൻ എൻ്റെ ശരീരത്തിലുണ്ട്. ആരുടെ? യേശുവിൻ്റെ. ആ ശരീരം നമുക്ക് തരുന്നത്, ആ ശരീരത്തിലെ ജീവൻ നമുക്ക് കിട്ടാനാണ്. ആ ശരീരം സ്വീകരിക്കുന്നവനിൽ ആ ജീവൻ ഉണ്ടാവും. മനസ്സിലായോ? ഞാൻ പറഞ്ഞ എന്താണ്? കുർബാന തരുന്നത് വെറുതെ സ്നേഹം കാണിക്കാൻ വേണ്ടി മാത്രമല്ല. പിന്നെന്തിനാ? നീ കല്യാണം കഴിച്ച ആളാണോ? ഇവിടെ അങ്ങനെ ഉണ്ടോ ഹസ്ബൻഡ്? പുള്ളി വന്നിട്ടില്ല? ധൈര്യമായിട്ട് പറയാം. അപ്പം അല്ല, കാരണം അല്ലെങ്കിൽ പുള്ളിക്ക് അല്ലാന്ന് പുള്ളി അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞേനെ. അതായത് ഇപ്പം നിനക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഭർത്താവിൻ്റെ ജീവിതത്തിൽ നീ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. ഉദാഹരണം മാത്രമാണ്. അപ്പം അങ്ങനെ ഹസ്ബൻഡ് വന്ന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നിനക്ക് യൂദാസിനോട് ഈശോ കാണിച്ചതുപോലെ ഒരു സ്നേഹം നിന്റെ ഹസ്ബൻഡിനോട് കാണിക്കാൻ പറ്റണമെങ്കിൽ അത് നിന്റെ ഈ ഓൾഡ് സെൽഫിൽ നിന്ന് പറ്റില്ല. അങ്ങനെ സാധനം വരില്ല. കാരണം എന്തറിയാം? നീ കരയും, പാനിക്കാവും, ഒഫൻഡഡ് ആവും. ഒരു 2 മിനിറ്റ് നേരത്തേക്കൊക്കെ ഒന്ന് പിടിച്ചു നിന്നാലും 3-ാമത്തെ മിനിറ്റിൽ നല്ല ചൂട് കാപ്പി അയാളുടെ തലയിൽ കൂടെ ഒഴിക്കും. എന്താ ചെയ്യാൻ പോണേ നമുക്കറിയില്ല. കാരണം ഇതിനകത്തുനിന്ന് എന്നാ വരണേന്ന് നീ റിബിനല്ലേ? ഓക്കെ. അപ്പോൾ എന്താ ചെയ്യണേ നമുക്കറിയില്ല. ശരിയല്ലേ? എന്നാൽ ഒന്നും സംഭവിക്കാത്തതുപോലെ അങ്ങനെയൊരു ഭാര്യയെ, അങ്ങനെയൊരു ഭർത്താവിനെ ചേർത്ത് പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആയിരക്കണക്കിന് ആളുകളെ എനിക്ക് പരിചയമുണ്ട്. അവർക്ക് ആ ജീവൻ കിട്ടിയത് യേശുവിൻ്റെ ശരീരത്തിൽ നിന്നാണ്. അങ്ങനെ അതായത് 100% എൻ്റെ ജീവിത പങ്കാളി എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും സ്നേഹം കുറയാതെ ചേർത്ത് പിടിച്ച് കൊണ്ടു നടന്ന ആ ജീവൻ, അത് യേശുവിൻ്റെ ജീവനാണ്. ആ ജീവൻ അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന്. ആ ജീവൻ കിട്ടുന്നത് യേശുവിൻ്റെ ശരീരത്തിൽ. മറ്റൊരാൾക്ക് വേണ്ടി, സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു ജീവൻ. ഇത് നമുക്ക് പറ്റില്ല. അപ്പൊ അതിനാണ് സത്യം. അപ്പൊ സത്യം പറഞ്ഞാൽ ഈശോ വിശുദ്ധ കുർബാന നമുക്ക് എന്തിനാ തരുന്നേ? ഈശോയെ പോലെയാവാൻ. അന്നേരമാണ് നമ്മൾ കുർബാന കഴിഞ്ഞിട്ട് മൃഗങ്ങളെക്കാളും ഗതികെട്ട വിധത്തിൽ പെരുമാറും. മൃഗങ്ങൾ വല്ലതും കേട്ടാൽ നമ്മളെ ഓടിച്ചിട്ടടിക്കും. കാരണം അവർ പോലും അത്രയും പെരുമാറാത്ത വിധത്തിൽ നമ്മൾ കുർബാന കഴിഞ്ഞ്, മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര ഒരു ഹയർ ലൈഫിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി ഇതിനെ പല ആംഗിളിലൂടെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും. ഞാനിതിനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഒന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക. അതായത് എല്ലാവർക്കും പരിചയമുള്ളൊരു വചനമാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ ബാക്കിയെല്ലാം. നമ്മൾ സാധാരണഗതിയിൽ ഈ വചനത്തിന്റെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇപ്പം നമ്മൾ പറയാണ്, ഞാൻ പറയാണ്, എന്താണ് പറയുന്നത്? ഇപ്പോൾ ഞാൻ പറയാണ് വാട്ട്സ് യുവർ നെയിം.
അപ്പച്ചൻ്റെ പേരെന്താ? ജോസൂട്ടി. ഞാൻ പറയാണ്, ജോസൂട്ടി ചേട്ടാ, ചേട്ടൻ പോയി ചേട്ടൻ പള്ളിയിലൊക്കെ കൃത്യമായിട്ട് പോ, പള്ളിയിലൊക്കെ പോയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യേ. ചേട്ടൻ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ചേട്ടൻ്റെ എല്ലാ പ്രയാസവും മാറും. അപ്പം ഈ വചനം ഞാൻ എന്താണ് ഇതിൻ്റെ മീനിങ് ഞാൻ ഉദ്ദേശിച്ചത്? പള്ളിയിലൊക്കെ പോവുക, പ്രാർത്ഥിക്കുക, ആത്മീയ കാര്യത്തിലേക്ക് ഏർപ്പെടുക, അപ്പോൾ ബാക്കിയെല്ലാം നടക്കും. അതല്ലേ നോർമലി നമ്മളെല്ലാം ഈ വചനത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അങ്ങനെയാണ്, ശരിയല്ലേ? എന്നാൽ അതല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ രാജ്യവും ഗോഡ്സ് കിങ്ഡം ആൻഡ് ദ കിങ്ഡംസ് റൈച്ചിയസ്നെസ്. ഗോഡ്സ് കിങ്ഡം ആൻഡ് ദ റൈച്ചിയസ്നെസ് ഓഫ് ദ കിങ്ഡം. എളുപ്പത്തിൽ മനസ്സിലാവും. ഇവിടെ ഞങ്ങൾ ഇന്ത്യയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത് റോഡിൻ്റെ ഇടത്ത് ലെഫ്റ്റ് സൈഡിൽ കൂടാണ്. സോ ഇൻ ഇന്ത്യ ലെഫ്റ്റ് ഈസ് റൈറ്റ്. അമേരിക്കയിലോ റൈറ്റ് ഈസ് റൈറ്റ് ആണല്ലോ. ഞാൻ അമേരിക്കയിൽ വന്നിട്ട് വണ്ടി എടുത്തങ്ങ് ഇറങ്ങാണ് ഇടതുവശത്തോടെ. എന്ത് സംഭവിക്കും? രണ്ട് കാര്യങ്ങൾ. ഒന്നുകിൽ ഞാൻ ചരിത്രമായി മാറും, അല്ലേ? നിങ്ങൾ പറയും അമേരിക്കയിൽ വെച്ചാണ് പുള്ളി മരിച്ചത്. എങ്ങനെ? ഇടതുവശത്തൂടെ വണ്ടി ഓടിച്ചിട്ടാണ് മരിച്ചതെന്ന് നിങ്ങൾ പറയും. അല്ലെങ്കിൽ എന്നെ പോലീസ്, രണ്ടാമത്തെ കേസാണ്, ഞാൻ ഉടനെ അങ്ങ് മരിക്കത്തില്ല, രണ്ടാമത്തെ കേസാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താണ്? എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകുമ്പോൾ പോലീസ് എന്നോട് പറയുകയാണ്, നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? ഞാൻ പറയുന്നു, എന്ത് കാണിച്ചു? നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കേണ്ടത്. ആര് പറഞ്ഞു? കോൻ ബത്തായ? ആര് പറഞ്ഞു? അപ്പൊ ഞാൻ പറഞ്ഞു, അതാണ് ഞങ്ങളുടെ രാജ്യത്തെ നിയമം. അതാണ് ഞങ്ങളുടെ രാജ്യത്തെ നിയമം. ഉടനെ എന്നോട് പോലീസുകാർ, അമേരിക്കൻ പോലീസ് പറയാണ്, അത് നിങ്ങളുടെ രാജ്യത്തെ നിയമം, ഞങ്ങളുടെ രാജ്യത്തെ നിയമം. പ്രശ്നമുണ്ടോ? ഞാൻ ഇതിൽ തോക്കുമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഞാൻ കൈമുക്കി ആയി സറണ്ടർ എന്ന് പറയാൻ. അപ്പോൾ ഇവിടെ നിൽക്കണം. പിന്നെ അപ്പോൾ ആ പോലീസ്, അമേരിക്കൻ പോലീസിൻ്റെ അടുത്ത് പറയാണ്, അത് ഇന്ത്യയിലെ നിയമം, നിങ്ങളുടെ രാജ്യത്തെ നിയമം, ഇത് ഇവിടുത്തെ രാജ്യത്തെ നിയമം. അപ്പോൾ ആദ്യം നിന്ന് എന്ത് മനസ്സിലായി? അപ്പോൾ ഞാൻ വിളിച്ചോ കുഴപ്പമുണ്ടെങ്കിൽ അനിയ അപ്പച്ചാ പറഞ്ഞേ, അതിൽ നിന്ന് എന്ത് മനസ്സിലായി? പറ. അപ്പച്ചൻ പറയണം, വേറെ ആരും പറയണം. നിങ്ങൾ അപ്പച്ചനാണ് അല്ലല്ലോ, പറ. അതായത് അപ്പച്ചാ, ഞാൻ പറയട്ടെ. പോലീസ് പറയാണ്, ഇവിടുത്തെ രാജ്യത്തിൻ്റെ നിയമം വേറെ, അവിടുത്തെ രാജ്യത്തിൻ്റെ നിയമം വേറെ. ഓക്കെ, എന്ത് മനസ്സിലായി? പറ. ദൈവരാജ്യം ഒന്നും ഇവിടെ പറഞ്ഞില്ലല്ലോ. എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറയും. അതല്ല ഞാൻ ചോദിക്കുന്നേ, ഇപ്പൊ എന്നെ പോലീസ് പിടിച്ചപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ നിയമം അനുസരിച്ച് ഇടതുവശത്തൂടെ ഞാൻ ഓടിക്കും. പോലീസ് പറയാണ്, ഇവിടുത്തെ രാജ്യത്തിന്റെ നിയമം അതല്ല. അതിൽ നിന്ന് എന്ത് മനസ്സിലായെന്ന്? ലൈസൻസിന്റെ കാര്യമൊന്നും അല്ല. അങ്ങോട്ടും ജോസ് എന്താണെന്നറിയോ? അത് രാജ്യം മാറുന്നതിനനുസരിച്ച് നിയമം മാറും. അല്ലാതെ ലൈസൻസും അതൊന്നുമല്ല. കാര്യം മനസ്സിലാക്കണം. എന്തിനാണ് ഞാൻ ഈ ഉദാഹരണം എല്ലാം പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അന്നേരം വേറെ അന്നുണ്ടാക്കാം. ശരി, രാജ്യം മാറുന്നതനുസരിച്ച് നിയമം മാറും. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഈ ലോകരാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഇപ്പൊ ഞാൻ നിന്നെ തല്ലിയാൽ ഒന്നീ നീ എന്നെ തിരിച്ചു തല്ലും, അല്ലെ നീ കേസ് കൊടുക്കും. ശരിയല്ലേ? ലോകരാജ്യത്തിന്റെ നിയമം. ഒന്നുകിൽ നീ എന്നെ തിരിച്ചു തല്ലും ആരോഗ്യം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നീ അതിൻ്റെ നിയമപരമായ നടപടി സ്വീകരിക്കും. ഇതാണല്ലോ ഇത് ചെയ്തതിൻ്റെ, നീ എന്നെ തിരിച്ചടിച്ചതിൻ്റെ പേരിലോ നീ കേസ് കൊടുത്തതിൻ്റെ പേരിലോ ഈ ലോകരാജ്യത്തിന് ആരെങ്കിലും നിന്നെ കുറ്റം പറയുമോ? നന്നായിപ്പോയി എന്നല്ലേ പറയൂ? അയാൾക്ക് 2 അടിയുടെ കുറവ്, നന്നായിപ്പോയി എന്ന് പറയും. അങ്ങനെയല്ലേ പറയൂ? അങ്ങനെ പറയും. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചോ, ഒരു കരണത്തടിക്കുന്നവന്. അപ്പൊ കണ്ടോ, രാജ്യം മാറിയതനുസരിച്ച് നിയമം മാറിയ കണ്ടോ? അതാണ് ഈശോ പറഞ്ഞത്, ദൈവരാജ്യവും ആ രാജ്യത്തിൻ്റെ നീതിയും അഥവാ നിയമവും. ഇവിടെ കിട്ടിയോ? ഈശോ പറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അന്വേഷിച്ചാൽ
നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം. പള്ളി പോകുന്ന കാര്യമല്ലേ പറയണേ? പറഞ്ഞു മനസ്സിലായോ? അതായത് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ നിങ്ങളൊന്ന് പാലിക്കാൻ നോക്ക്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തരാമെന്ന്. ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഈ സന്ദർഭത്തിൽ അത് നല്ലതായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ 2016 കോളേജിൽ നിന്ന് പോരുന്നു. എന്നിട്ട് ഞാൻ ധ്യാന കേന്ദ്രമൊക്കെ തുടങ്ങാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇന്ത്യയിൽ നല്ല സാമാന്യം വിലയുള്ളൊരു കാറുണ്ടായിരുന്നു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പം ഞാൻ ആ കാറ് വിറ്റിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് പണം, അന്നത്തെ സമയത്ത് ഒരു 5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഞാൻ ക്യാഷായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയാം? ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ പണികളൊക്കെ തുടങ്ങാം. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഡാനിലച്ചാ, അച്ഛൻ്റെ കയ്യിൽ കാണത്തില്ലെന്നറിയാം, എവിടുന്നെങ്കിലും കടം വാങ്ങിച്ച് ഒരു 2 ലക്ഷം രൂപ തരാമെന്ന് ചോദിച്ചു. ഞാൻ വണ്ടി വിറ്റ കാര്യം അദ്ദേഹം അറിഞ്ഞിട്ട് വിളിക്കുന്നതല്ല. അപ്പോൾ എന്നോട്, ഞാൻ സ്നേഹിതനായതുകൊണ്ട് എന്നോട് ചോദിക്കുകയാണ്, അച്ഛാ എന്നെ ഒന്ന് സഹായിക്കാവോ, ബാങ്കിൽ ഒരു ജപ്തി വന്നു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം. ഞാൻ എൻ്റെ നിന്നാണ് കൊടുക്കുന്നതെന്ന് പറയാതെ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഞാൻ സംഘടിപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു. എനിക്ക് അന്നൊക്കെ ഇന്നത്തെക്കാളും കൂടുതൽ ചോദിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ കർത്താവിനടുത്ത് ചോദിച്ചു, കർത്താവേ ഞാൻ കൊടുക്കട്ടെ? അപ്പോൾ കർത്താവ് എനിക്ക് ഭയങ്കര ധൈര്യം തന്നു കൊടുക്കാൻ, നമുക്കൊരു മനസ്സ് തന്നു അങ്ങ് കൊടുക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു 2 ലക്ഷം കൊടുക്കാമെന്ന് ഇങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഒരു 2 ആഴ്ചത്തിന് മതി കേട്ടോ, അതിനുള്ളിൽ ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാളോട് ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ കയ്യിൽ 5 ലക്ഷം ഇരിക്കുകയാണ്, ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ പണിയൊക്കെ തുടങ്ങി ഇനി ഒരു 2 മാസം കൂടെ ഒക്കെ കഴിയും, അപ്പോൾ വെറുതെ ഇതിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എടാ നിനക്ക് ശരിക്കും എത്രയാണ് വേണ്ടേ? അപ്പോൾ അയാൾ പറഞ്ഞു, അച്ഛാ എനിക്ക് 5 വേണ്ടത്, പിന്നെ ഞാൻ അച്ഛൻ്റെ കയ്യിൽ കാണത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ 2 ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല 5 ഉണ്ട് എൻ്റെ കയ്യിൽ, നീ എപ്പോൾ തിരിച്ചു തരും? 2 ആഴ്ച. ഞാൻ പറഞ്ഞു 2 ആഴ്ച കൊണ്ട് തരുമല്ലോ അല്ലേ? അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ 2 ആഴ്ച കൊണ്ട് തരാച്ചാന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ കേട്ടോണം, നമ്മൾ ധ്യാന കേന്ദ്രത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ടിറങ്ങുമ്പോൾ അന്ന് എൻ്റെ ഒരു സ്നേഹിതനായിരുന്ന ഒരു അച്ഛൻ, ഒരു മുതിർന്ന വൈദികൻ, എന്നെ ആവുന്നത് പോലെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്താ, കോളേജിൽ നിന്ന് പോവരുത്, കോളേജ് പഠിപ്പിച്ചുകൊണ്ട് നിനക്ക് സുവിശേഷം പ്രസംഗിക്കാം, നിന്നെക്കാളും വലിയ കൊടി കിട്ടിയ അച്ഛന്മാർ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്, ഡാനിയേലേ നീ മണ്ടത്തരം കാണിക്കരുത്, കിട്ടിയ ജോലി കളയരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി പിന്തിരിപ്പിച്ചു. ഞാനതൊന്നും കേൾക്കാതിരിക്കുമ്പോൾ അവസാനം ഒരു പ്രാക്ക് പോലെ പുള്ളി എന്നോട് പറഞ്ഞു, 40 വയസ്സ് കഴിയുമ്പോൾ നീ ദുഃഖിക്കൂടാന്ന് പറഞ്ഞു. ഇനി ഒരു 7 കൊല്ലം കൂടെ ഉണ്ട് 40 ആവാൻ. സിസ്റ്റർമാർക്ക് എന്നോട് ഇത്രയും വൈരാഗ്യം ഉണ്ടെന്ന് ഞാൻ അച്ഛൻ പറഞ്ഞു, 40 വയസ്സ് കഴിയുമ്പോൾ നീ റിഗ്രറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ ഡിസിഷനെ ഓർത്തു. മനസ്സിലായോ? അങ്ങനെ എന്നോട് പറഞ്ഞു. എന്നെ സ്നേഹം കൊണ്ട് ഞാൻ പോവാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ 1980 ജനിച്ചത്, നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി. ഓക്കെ, കൂട്ടിക്കോ. അപ്പോ എനിക്ക് ഭയങ്കര ഒരു വിഷമം വന്നു. ഒന്നാമത് ഞാൻ നല്ല സ്നേഹിക്കുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല വിഷമം വന്നപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് പോയി കുറേ നേരം ഇരുന്നു. കർത്താവേ, അച്ഛൻ ഇങ്ങനെ പറയുകയാണ് 40 വയസ്സ് കഴിയുമ്പോൾ ദുഃഖിക്കുമെന്ന്. കർത്താവേ, ഞാൻ ദുഃഖിക്കുമോ 40 വയസ്സ് കഴിയുമ്പോൾ? അപ്പോൾ അന്ന് എനിക്ക് കർത്താവ് എന്നോട് സംസാരിച്ചു. എൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര ഒരു ബോധ്യം തന്നു. ദൈവം എന്നോട് പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ടടാ, നിന്നെ ഞാൻ കൈവെള്ളയിലെടുത്ത് കൊണ്ട് നടന്നോളാം. എനിക്ക് ദൈവം ഭയങ്കര ഉറപ്പ് തന്നു. പക്ഷേ അന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, നിന്നെ ഞാൻ കൊണ്ട് നല്ലപോലെ നിന്നെ ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കുക വേണ്ട, ധൈര്യമായിട്ട് പൊക്കോ. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, കടം വാങ്ങരുത്. 2, ബാങ്ക് ലോൺ എടുക്കരുത്. 3, ആരോടും പണം ചോദിക്കരുത്. നമ്മൾ തീർന്നു കിട്ടിയില്ലേ? നമ്മുടെ ഇടപാട് കഴിഞ്ഞില്ലേ സിസ്റ്ററെ? നമ്മൾ സർവൈവ് ചെയ്യുന്ന എങ്ങനെയാ? ഒന്നുകിൽ ഒരു ലോൺ എടുക്കും, അല്ലെങ്കിൽ വല്ലവരുടെ നിന്ന്, അടുപ്പമുള്ളവരുടെ നിന്ന് കടം വാങ്ങിക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കും, ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? എൻ്റെ ഈ 3 വഴിയും ദൈവം അടച്ചു. എന്നോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ നല്ലതുപോലെ നോക്കിക്കൊള്ളാം, നീ പേടിക്കണ്ട. കടം വാങ്ങരുത്, ലോൺ എടുക്കരുത്, ചോദിക്കരുത്.
എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു അന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, നിന്നോട് ഞാൻ വാക്ക് പറയുന്നു, ഞാൻ കടം വാങ്ങില്ല, ഞാൻ ലോൺ എടുക്കില്ല, ഞാൻ ചോദിക്കത്തില്ല. അപ്പോൾ ഞാൻ പിതാവിനെ കാണാൻ പോയി. ഞങ്ങളുടെ ബിഷപ്പ് പിതാവിനോട് പറഞ്ഞു, അച്ഛാ, സ്ഥലം ഞാൻ തരാം, നല്ല കണ്ണായ സ്ഥലമാണ് ഞാൻ തരാൻ പോണത്, പക്ഷേ പൈസ ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. പിതാവ് പറയാണ് എന്നോട്, കാരണം സ്ഥലം തന്നില്ലേ. അപ്പം അച്ഛന്മാർക്ക് സാലറി കൊടുക്കാൻ തന്നെ ഞാൻ ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് അച്ഛൻ കാശ് ചോദിച്ചിട്ട് ഇങ്ങോട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഇന്നാണെങ്കിൽ അങ്ങനെയുള്ള അവിവേകം ഒന്നും ഞാൻ കാണിക്കത്തില്ല. കാരണം ഇന്നോടെ കുറേ ജീവിത പരിചയമായി. അന്ന് എനിക്ക് ഭയങ്കര ആവേശം. ഞാൻ പറഞ്ഞു, പിതാവേ, ഞാൻ ചോദിക്കത്തില്ല. ഇനി നമ്മൾ മനുഷ്യരല്ലേ, ഇനി എങ്ങാണ്ട് ഞാൻ ചോദിച്ചാൽ പോലും എനിക്ക് തരരുത്. അങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇതാണ് ആവേശം. ചോദിച്ചാൽ പോലും തരരുത്. അങ്ങനെ പ്രാക്ടിക്കലി സ്പീക്കിംഗ് എൻ്റെ മുമ്പിൽ എല്ലാ മാനുഷിക വഴികളും അടഞ്ഞു. എനിക്കപ്പോഴും ഒരു സമാധാനമുണ്ട്, എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്. അപ്പോഴും എനിക്ക് സമാധാനമുണ്ട്. കാരണം എന്താ, എനിക്ക് ജസ്റ്റ് തുടങ്ങാൻ എന്തെങ്കിലും ആയില്ലേ. അപ്പോൾ ഈ 5 ലക്ഷമാണ് എൻ്റെ സ്നേഹിതന് ഞാൻ വായ്പ കൊടുത്തിരിക്കുന്നത്. അവസാനമായിട്ട് ഈ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, 2 ആഴ്ചയെന്ന് അച്ഛൻ പറയണ്ട, 3 ആഴ്ചയെന്ന് പറഞ്ഞു. കാരണം എന്തെന്നറിയോ, നമ്മൾ മനുഷ്യരല്ലേ അച്ഛാ, ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ അച്ഛൻ നാണം കെടാൻ പാടില്ല. അപ്പോഴും പുള്ളി വിചാരിച്ചേക്കുന്നത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ തിരുത്താൻ പോയില്ല കേട്ടോ. കാരണം അത് ഇനി എൻ്റെയാന്ന് വിചാരിച്ച് തരാതിരിക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ തിരുത്തിയില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല. പുള്ളി പറഞ്ഞതിനെ ഞാൻ കറക്റ്റ് ചെയ്തില്ല. എന്താ, ഇത് എൻ്റെ അല്ല, എൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 3 ആഴ്ച. അപ്പം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. 2016 2017, 18, 19, 20, 21, 22, 23, 24, 25 9 കൊല്ലമായി ഇതുവരെ തന്നിട്ടില്ല. അല്ല, പുള്ളി മനഃപൂർവ്വം തരാത്തതല്ല, പുള്ളിക്ക് തരാനുള്ള പാങ്ങില്ല, തരാനുള്ള നിവൃത്തിയില്ല. പുള്ളി കടമായിപ്പോയി. ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഒത്തിരി നാളായി കോണ്ടാക്ട് ചെയ്തിട്ട്. പക്ഷേ ആദ്യകാലങ്ങളിലെല്ലാം എനിക്ക് നല്ല വിഷമായിരുന്നു. ഞാൻ ഓർക്കാണ്, ദൈവമേ, വിജനപ്രദേശത്തെ മൂങ്ങയെ പോലെ, ബൈബിളിലെ ഒരു പ്രയോഗമാണ്, വിജനപ്രദേശത്തെ മൂങ്ങയെ പോലെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. കയ്യിൽ 5 പൈസ ഇല്ല, ഒന്നുമില്ല, കടം വാങ്ങാൻ അനുവാദമില്ല, ലോൺ എടുക്കാൻ അനുവാദമില്ല, ചോദിക്കാനും അനുവാദമില്ല. കയ്യിലിരുന്ന് ഒരുത്തം കൊണ്ടുപോവുകയും ചെയ്തു. എന്നെ ദൈവം പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറയുകയാണ്. നീ ആദ്യം ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ പഠിച്ചാൽ നിനക്ക് ഞാൻ എല്ലാം തരാം. ഒരു നിയമം അനുസരിക്കാനുള്ളൊരു സിറ്റുവേഷൻ എൻ്റെ മുമ്പിൽ ദൈവം കൊണ്ടുവച്ചിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? നിന്റെ വസ്തുക്കൾ എടുത്തോണ്ട് പോകുന്നവനോട് തിരിച്ച് ചോദിക്കരുത്. ഒരു നിയമമാണേ, ഈ രാജ്യത്തിൻ്റെ നിയമമാണേ ഇത്. മനസ്സിലായോ? ദൈവരാജ്യത്തിൻ്റെ ഒരു നിയമമാണ് ഇതെന്താ? നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരിച്ചു ചോദിക്കരുത്. ദൈവമേ, എനിക്ക് ഭയങ്കര പാടായത്. മനസ്സിലായി? നാഴിക 40 തൊട്ടുണ്ടോ കാശം തളകരാത്ത്. എടാ, നീ എന്നോട് പറ്റിച്ചില്ലടാ. ഇങ്ങനൊക്കെ ചോദിക്കുന്ന നേച്ചറാണ് എൻ്റെ. എന്നോട് കർത്താവ് എന്താ പറയണേ? ചോദിക്കാൻ പാടില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച, എൻ്റെ കർത്താവേ, എൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ, ചോദിക്കാതിരുന്നാൽ എനിക്ക് എന്തോ ഒരു ചൊറിച്ചിൽ പോലാണ്. ചോദിക്കാതിരുന്നാൽ അതാണ് എൻ്റെ സ്വഭാവം. കർത്താവേ, എന്നെ നീ ഒന്ന് സഹായിച്ചാൽ ഞാൻ ചെയ്യാം. സഹായിക്ക്, എനിക്ക് കൃപത. ദൈവം എനിക്ക് കൃപ തന്നു. ഞാൻ തീരുമാനിച്ചു, ആ കൃപയിൽ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇനി ഒരിക്കലും നേരിട്ട് കണ്ടാൽ പോലും, ഈ കാര്യം അയാൾ സംസാരിച്ചാൽ പോലും നീ എന്താ അത് തരാത്തെന്ന് ചോദിക്കത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ മുമ്പിൽ ഈ നിയമം അനുസരിക്കാൻ ദൈവം ഒരു സാഹചര്യം ഒരുക്കി തന്നു. നിങ്ങൾ കേട്ടോണം, മൗണ്ട് കാർമലിന് ഈ നിമിഷം വരെ 1 രൂപ പോലും ലോണില്ല, കടവില്ല, ചോദിക്കേണ്ട ഗതികേട് വരുന്നില്ല. ഞങ്ങൾക്ക് എപ്പോഴും ബാങ്കിൽ ബാലൻസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ?
ഇപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വല്ലവരും തരാനിരുന്നവർ പോലും തരുത്തില്ല അല്ലേ? അതല്ലേ? ആ സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണേ, മനസ്സിലായോ? അതായത് എൻ്റെ പ്രസംഗം കേട്ടിട്ട് ഇയാൾക്ക് ഗതികേട് വല്ലതും ആണോ എന്ന് ചിന്തിച്ച് പോലും നിങ്ങൾ എനിക്ക് തരാൻ പാടില്ല. കാരണം എന്നെ നോക്കാൻ എൻ്റെ ദൈവത്തിന് അറിയാം. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇൻഡയറക്റ്റ് ആര് പോലും നിങ്ങൾക്ക് തോന്നില്ല ഇയാൾ പാവപ്പെട്ടവും ഗതികേടുകാരനാണ്, പോകുമ്പോൾ ഒരു $100 കൊടുത്തേക്ക് എന്ന് പോലും നിങ്ങൾക്ക് തോന്നാൻ പാടില്ല. എന്താ കാര്യം എന്നറിയാമോ? എൻ്റെ ദൈവത്തിന് എന്നെ നോക്കാൻ അറിയാം. ഏതാ? ആ പൈസ തരുമോ? 5 പൈസ തന്നിട്ടില്ല. പരിചയമുണ്ടോ? ഒന്ന് വിളിച്ച് പറയണേ. പേരെന്താ ചേച്ചിയുടെ? കിളിമീസ് തിരുമേനി പൈസ തരുമെന്ന്. അല്ല ഒന്ന് സ്ഥലം തന്നു. അതെ, ഒന്ന് പറയണേ ഇത്ര കാശ് എനിക്ക് തരാൻ. ചേച്ചിയുടെ പേരെന്താ? ലാലി. തിരുമേനിക്ക് പൈസ കൊടുക്കുന്ന ആളാണോ? അല്ല, ഒന്നും കൊടുത്തിട്ടില്ലല്ലേ? ഓക്കെ ഓക്കെ ചുമ്മാ നേരം പോക്കട്ടെ, കണ്ട ഞാൻ ചുമ്മാ പറയുന്നത്. ഓക്കെ, ലിസൺ. അപ്പോൾ കേട്ടോണം നിങ്ങൾ. അതായത് ദൈവരാജ്യത്തിൻ്റെ നിയമം. ഞാൻ എന്തിനെന്ന് പറഞ്ഞെന്നറിയാം? സമയം തീരാൻ പോവാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവരാജ്യത്തിൻ്റെ നിയമം ലോകരാജ്യത്തിൻ്റെ നിയമമല്ല. ഇനി എന്നെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ശ്രദ്ധിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായ, ലിസൺ കെയർഫുള്ളി, ദൈവപുത്രനായ യേശുവിൽ വിശ്വസിച്ചത് വഴി നമ്മുടെ മോറൽ സ്റ്റാൻഡേർഡ്, നമ്മുടെ ധാർമ്മിക നിലവാരം, അല്ലെങ്കിൽ ഈ വാക്ക് ശ്രദ്ധിക്കുക, സ്റ്റാൻഡേർഡ് ഓഫ് റൈറ്റ്യസ്നെസ്, ദൈവം ലോകരാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ദ ബാർ ഹാസ് ബീൻ റൈസ്ഡ്. നേരത്തെ നമുക്ക് നല്ലവരാവാൻ ഇത്രയും പൊക്കത്തിൽ ചാടിയാൽ മതിയായിരുന്നു. ഇപ്പം നമുക്ക് ദൈവരാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നല്ലവരാവണമെങ്കിൽ ഈ പൊക്കത്തിൽ ചാടണം. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിന് മേളിൽ പോകുന്നില്ല, അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കയറത്തില്ലെന്ന്. പിടികിട്ടുന്നോ? ദൈവരാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് വളരെ ഉയർന്ന സ്റ്റാൻഡേർഡാണ്. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ ചേച്ചിയെ അടിച്ചാൽ എന്നെ തിരിച്ചടിക്കാൻ ചേച്ചിക്ക് അവകാശമില്ല. മറിച്ച് ഇപ്പുറത്തെ കവളൂടെ കാണിച്ചു കൊടുത്തോണം. ഞാൻ ചേച്ചിയുടെ ഈ കണ്ണാടി എടുത്താൽ എനിക്കിതിൻ്റെ കവറൂടെ തരണം. മനസ്സിലായോ? സ്റ്റാൻഡേർഡ് വേറെയാ. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇത് പാലിക്കാൻ, ഈ സ്റ്റാൻഡേർഡ് പാലിക്കാൻ ഈ ശരീരം പോരാ, ഈ ശരീരത്തിൻ്റെ ജീവൻ പോരാ. അപ്പൊ ഈശോ പറയാണ്, സ്റ്റാൻഡേർഡ് അതാണ്, അത് മാറ്റാൻ പോണില്ല. മറിച്ച് അത് പാലിക്കാൻ പറ്റുന്ന ജീവനുള്ള വേറൊരു ശരീരം ഞാൻ തരാം. ആ ശരീരമാണ് കുർബാന. പിടികിട്ടിയോ? മനസ്സിലായോല്ലോ? മനസ്സിലായോ? അപ്പൊ കുർബാന സ്വീകരിക്കുന്നത് നമുക്ക് കുറച്ച് പ്രസാദം സ്വീകരിക്കുന്ന പോലല്ല, മറിച്ച് കുർബാന എന്തിനാ തന്നേന്ന് മനസ്സിലായോ? ദൈവരാജ്യ ജീവിതത്തിൻ്റെ റിസോഴ്സാണ്, ഭക്ഷണമാണ് കുർബാന. ആ ഭക്ഷണം കഴിച്ചാലേ നമുക്ക് ആ സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ നമ്മൾ എന്ത് ദൂരത്താന്ന്? ദിവ്യകാരുണ്യ സ്പിരിച്വാലിറ്റി നമ്മൾ എന്ത് ദൂരെയാന്ന് നമുക്ക് മനസ്സിലായോ? നമ്മൾ വിചാരിച്ചത് ഇത് കഴിച്ചിട്ട് പോയി അടി ഉണ്ടാക്കണമെന്നാണ്. ക്ലിയർ ആവുന്നോ? യെസ്. ഭയങ്കര ഉയർന്ന നിലവാരമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഭയങ്കര ഞാൻ വേറെ 1-2 ഉദാഹരണം കൂടെ പറയാം. നമ്മളെ എന്തെന്നറിയോ, നമുക്കെല്ലാം ഒരു ധാരണയുണ്ട് നമ്മൾ നല്ലവരാന്ന്, നമ്മൾ ഭയങ്കര നല്ലവരാന്ന്. 4 തരത്തിലുള്ള പാപമുണ്ട്. ശ്രദ്ധിക്കണേ. ഞാനിവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? ചേച്ചിക്ക് കഴുത്തുവേദന വരുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ചേച്ചി ഇവിടെ കസേര ഉണ്ടെങ്കിൽ പോര്, ഇവിടെ. അപ്പോൾ ഇവിടെ ഒഴിഞ്ഞ, അല്ല സീരിയസ് ആയിട്ട്, ഇവിടെ ഒഴിഞ്ഞ കസേര ഉണ്ടെങ്കിൽ പോര്. കഴുത്തുവേദന ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അതായത് കേട്ടോണേ, എന്തെന്നറിയാമോ ചേച്ചി, എന്തെന്നറിയാമോ, എനിക്ക് അവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്കങ്ങ് ഒന്നാമതേ എനിക്ക് ഭയങ്കര റിജക്ഷൻ ഫീലിംഗ് ഉള്ള ഒരാളാണ്.
അതായത് എന്നെ ആർക്കും വേണ്ട, എന്നോട് ആർക്കും ഇഷ്ടമില്ല. അങ്ങനെ ചെറുപ്പം മുതലേ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര കോംപ്ലക്സ് ഉണ്ട്. അവിടെ നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുക. നിങ്ങൾക്കും അതെ ആണോ? ചേച്ചിക്കും ഉണ്ടോ അത്, ആ ഫീലിങ്? റിജക്ഷൻ. അപ്പോൾ കേട്ടോണേ, ഞാൻ അവിടെ ഇവിടെയൊക്കെ വന്നോളാം ഇടയ്ക്ക്, ഒന്ന് നോക്കിക്കോണേ. അതായത് 4 തരത്തിലുള്ള പാപമുണ്ട്. ഒന്ന് പ്രവൃത്തിയിലുള്ള പാപം, സിൻ ഇൻ ആക്ഷൻ. പ്രവൃത്തിയിലുള്ള പാപം അതെന്തൊക്കെയാ? ഇപ്പം ഞാൻ മാത്യുവിനെ ഇടിച്ചു, അല്ലെ നുള്ളി, അല്ലെ ചീത്ത വിളിച്ചു, ഇതൊക്കെ പ്രവൃത്തിയിലുള്ള പാപം. ഇനി പ്രവൃത്തി പാപം ചെയ്തില്ല, പിന്നെന്താ? മനസ്സിൽ പാപം ചെയ്തു. ഇവിടെ ഇരുന്നോണ്ട് ചേച്ചി ചിന്തിച്ചു, ആ കോന്തൻ എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? പ്രൈസ് ദ ലോർഡ്. എനിക്ക് ഭയങ്കര ദർശനവരാണ് ചേച്ചി. കേട്ട് ഏതാ? എന്നെ തൊടാനാണോ ചേച്ചി വന്നേ? എന്നെ തൊടാനല്ലേ ചേച്ചി വന്നേ? പ്രൈസ് ദ ലോർഡ്. അല്ല, ഒരു ധ്യാനത്തിന് ഒരാളെ മാത്രമേ തൊടത്തുള്ളൂ കേട്ടോ. കേട്ടോണേ. അപ്പോൾ അങ്ങനെ ഞാൻ പറയാണ്, ഈ പിന്നെ അപ്പോൾ ചേച്ചി ഇങ്ങനെ വിടുന്നതുകൊണ്ട് ചിന്തിക്കുകയാണ്, അയാൾ എന്തിനാണ് അവിടെ പോയി? ഒന്നാമത് എനിക്ക് പെടൽ വേദനയാണ്, അയാൾ അവിടെ പോയി നിന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചു. അത് മനസ്സിലുള്ള പാപം. ചിന്തിച്ചെന്നല്ല, ഞാൻ ചുമ്മാ ഉദാഹരണം പറയാണ്. സിസ്റ്ററാണ് അങ്ങനെ ചിന്തിച്ച്, ചേച്ചി അങ്ങനെ ചിന്തിച്ചില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ മനസ്സിലുള്ള പാപം. മൂന്നാമത്തേത് അവയവങ്ങളിലുള്ള പാപം. അതെന്താണെന്നറിയാമോ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവയവങ്ങളുടെ പാപം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സിസ്റ്റർ എന്നെ കുറേ തെറി പറഞ്ഞു, ഞാനത് അറിഞ്ഞു. എന്നിട്ട് ഞാൻ വന്നിട്ട്, ഞാനൊരു അച്ഛനല്ലേ, സുവിശേഷകനല്ലേ, മാന്യമായിട്ടൊക്കെ പെരുമാറണം എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ സിസ്റ്ററിനോട് കുറച്ചൊക്കെ സ്നേഹമായിട്ട് സംസാരിച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ എൻ്റെ മുഖം പതുക്കെ മാറും. മനസ്സിലായോ? ഇനി സിസ്റ്ററിന് എന്തെങ്കിലും ഒരു ആപത്തുണ്ടായെന്ന് കേട്ടാൽ ഞാൻ ചിന്തിക്കുന്നില്ലൊന്നും, പക്ഷെ എന്താന്നറിഞ്ഞൂടാ, ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം. അല്ലേ? നമ്മൾ ചിന്തിച്ചതല്ല, അത് എവിടുന്നോ ഒരു സന്തോഷം വരികയാണ് അത് കേൾക്കുമ്പോൾ. ശരിയല്ലേ? അത് എൻ്റെ ഉള്ളിൽ നടക്കുന്നതൊക്കെ അച്ഛൻ എങ്ങനെ അറിഞ്ഞെന്നാണ് ഇവിടെ. അപ്പോൾ ഇങ്ങോട്ട് നോക്കണേ, ഇതാണ് അവയവങ്ങളിലുള്ള പാപം. ഈ ഫ്ലഷിൽ തന്നെ പാപമുണ്ട്. നമ്മൾ ആലോചിച്ചിട്ടാണോ ദേഷ്യപ്പെടുന്നത്? ഒരു 10 മിനിറ്റ് ഫ്രീ ഉണ്ട് എന്നാൽ ദേഷ്യപ്പെട്ട് കളയാം, അങ്ങനെയാണോ? അല്ല, ഇത് തന്നെ വരികയാണ്. ചിന്തിച്ചിട്ടാണോ? ഇവനിട്ട് 1 2 പറഞ്ഞേക്കാം എന്ന്. പലപ്പോഴും അങ്ങനല്ല, ഇറ്റ് ഹാപ്പൻസ് സ്പോണ്ടേനിയസ്ലി, ഇൻസ്റ്റന്റ് ആയിട്ട് വരികയാണ്, അല്ലേ? അപ്പൊ ആ പാപം എവിടെ കിടക്കുന്ന പാപമാണ്? ഈ മനസ്സിലല്ലത്, അവയവങ്ങളിൽ ഇൻ യുവർ ഓർഗൻ, ദ മെമ്പേഴ്സ് ഓഫ് ദ ബോഡിയിൽ പാപം കിടപ്പുണ്ട്. ഓരോ ദിവസം ഓരോ മൂടാണ്, അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കാര്യമില്ല, ഭയങ്കര അരിശം തോന്നുകയാണ്, ഇതൊക്കെ പിടിച്ച് ഇളക്കാനോ തോന്നുന്നു. മനസ്സിലായോ? ഒരു കാര്യമില്ല, അങ്ങനെ തോന്നുകയാണ്. ഇതെല്ലാം ഈ പാപമെല്ലാം എവിടെ കിടക്കുന്നത്? ഇതെല്ലാം ശരീരത്തിൻ്റെ അവയവങ്ങളിൽ പാപം കിടപ്പുണ്ട്. മൂന്നാമത്തെ പാപം. ഇനി 4ാമത് വേറൊരു പാപമുണ്ട്. എന്താണെന്നറിയാം? ആ പാപത്തിൻ്റെ പേരാണ് നമ്മുടെ നന്മ പ്രവർത്തികൾ. അതാണ് ഞാൻ പറയാൻ പോണത്. അതായത് നമ്മുടെ നന്മ പ്രവർത്തികൾ തന്നെ ഒരു പരിധി വരെ പാപമാണ്. എന്താ കാര്യം എന്നറിയാമോ? ഇപ്പോൾ റിബിൻ പള്ളിക്ക് ഒരു കൊടിമരം കൊടുത്തു. ഒരു നന്മ പ്രവൃത്തിയാണോ? അതെ. ഈ കൊടിമരം കാണുമ്പോഴെല്ലാം റിബിന് തോന്നുകയാണ്, ഞാൻ കൊടുത്ത. പള്ളിയിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് വേറൊരു ആള്, പള്ളിയിൽ ആദ്യമായിട്ട് വരുന്ന ഒരാള് നിൽക്കുമ്പോൾ കൊടിമരം എങ്ങനെ ഉണ്ട്? അപ്പൊ പുള്ളി പറയുന്നത്, കൊടിമരം സാധാരണ കൊടിമരം അല്ല, ഒന്ന് സൂക്ഷിച്ച് ചോദിക്കുക, നല്ലതായിട്ടില്ലേ? നല്ലതായിട്ടുണ്ട്. ഞാൻ കൊടുത്ത. പ്രവൃത്തി നല്ലതാണോ? അതെ. പക്ഷെ ആ നന്മ പ്രവൃത്തിക്കകത്ത് എന്തുണ്ട്? ഒരു പ്രൈഡുണ്ട്. ഒരു പ്രൈഡ് മാത്രമല്ല, ഈ കൊടിമരം കൊടുത്ത എന്നോട് എന്നെ കണ്ടപ്പോൾ വികാരിയച്ഛൻ മൈൻഡ് ചെയ്യാതെ പോയെന്നൊന്ന് വിചാരിച്ചേ.
കൊടിമരം കൊടുത്ത് എന്നെ കണ്ടിട്ട് വികാരി അച്ഛൻ വലിയ മൈൻഡില്ലാതെ അങ്ങ് പോയി. വികാരി അച്ഛൻ മൈൻഡില്ലാതെ അങ്ങ് പോയി. അപ്പൊ കൊടുത്ത എൻ്റെ മൈൻഡിൽ എന്താ വരുന്നേ? നന്ദിയില്ലാത്തവന്മാർ. ലോക ഇട്ട ഒരെണ്ണത്തിനും നന്ദിയില്ല. പണ്ടേ വല്യപ്പം പറഞ്ഞിട്ടുള്ളതാണ്, ലോക ഇട്ട ഒരെണ്ണത്തെയും നമ്പരുത്. അത് അയാൾ എന്നെ കണ്ടിട്ടൊന്ന് ബഹുമാനിച്ചാൽ എന്നാ കുഴപ്പം? ഞാൻ കൊടിമരം കൊടുത്തതല്ലേ? ആണോ? അപ്പോ ഒന്ന് പ്രൈഡുണ്ട്, രണ്ട് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ചെയ്ത നന്മ പ്രവൃത്തിയെ പ്രതി പ്രതിഫലം. അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, എവറി ഗുഡ് ആക്ഷൻ ഈസ് കണ്ടാമിനേറ്റഡ് ബൈ പ്രൈഡ് ഓർ വിഷ് ഡിസയർ ഫോർ റിവാർഡ്. പ്രതിഫലത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്താലോ അഹങ്കാരത്താലോ എല്ലാ നല്ല പ്രവൃത്തികളും മലിനമാക്കപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് പാവമാ. വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ മൗണ്ട് കാർമലിൽ ആരെങ്കിലും ചാരിറ്റി ചോദിച്ച് ഒത്തിരി പേര് വരും. അപ്പോൾ വരുമ്പോൾ ഇങ്ങനെ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവർക്ക് എന്തെങ്കിലും കൊടുത്തേ വിടാവൂ. അപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ, എക്സാമ്പിൾ, ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നു, പറഞ്ഞു മരുന്ന് വാങ്ങിക്കാനാണ് ബ്രദറെ, പൈസ ഇല്ല. ആ ചേട്ടാ, മരുന്നിന് എത്ര രൂപയാവും? മരുന്നിന് എത്ര ആവും അറിഞ്ഞുകൂടാ. ഒരു 2000 രൂപ. 2000 രൂപ. ഓക്കെ, 2000 രൂപ കൊടുത്തു. അപ്പോൾ 2000 രൂപയും വാങ്ങിച്ച് ഈ അപ്പച്ചൻ ഇങ്ങനെ മേളിലോട്ട് നടന്നു വരുമ്പോൾ സാക്ഷാൽ ഡാനിയേലച്ചൻ വരും. അപ്പോൾ അപ്പച്ചനെ ഡാനിയേലച്ചൻ കാണുകയാണ്. അപ്പച്ച, എന്താ കാര്യം? അത് മക്കളെ, മരുന്നിന് കാശ് വാങ്ങിക്കാം. വല്ലതും കിട്ടിയോ? കിട്ടി. എത്ര കിട്ടി? 2000. 2000 തന്നുള്ളോ? പോക്കറ്റിൽ കൈയിട്ട്. ഉദാഹരണം മാത്രമാണ്, ഒരിക്കലും സംഭവിക്കില്ല. വെറും ഉദാഹരണം. പോക്കറ്റിൽ കൈയിട്ടിട്ട് ഒരു 20,000 രൂപ എടുത്ത് ഈ ചേട്ടന് കൊടുത്തു. അപ്പച്ചന് ഭയങ്കര സന്തോഷമായി. അപ്പച്ചൻ, മോനെ ദൈവം അനുഗ്രഹിക്കൂടാന്ന് പറഞ്ഞിട്ട് പോയി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട്, ഞാൻ 4ാമത്തെ നിലയിലാണ് താമസിക്കുന്നത് വിചാരിക്കുക. അന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ലിഫ്റ്റിന് പോകണ്ട, നടന്നു പോവാം. അങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെ ആയിരിക്കും. അതായത് ഞാൻ താഴെ തൊട്ടപ്പുറത്ത് പോയി ഒരുത്തൻ്റെ കഴുത്തറത്തിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. ഇപ്പം ഒരുത്തൻ്റെ കഴുത്തറത്തിട്ടായിരിക്കും ഇപ്പോൾ വരുന്നത്. എന്നാലും ഈ 20,000 കൊടുത്തതിൻ്റെ പേരിൽ എനിക്കൊരു ഗമയുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന തരത്തിലെ ഒരു അഭിനയമുണ്ട് എനിക്ക് അന്നേരം. ഉണ്ടോ? ഞാൻ ഒരുത്തൻ്റെ വീട് കത്തിച്ച് ചാമ്പലാക്കിയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. എന്നാലും എനിക്ക് തോന്നുകയാണ് ഞാൻ ഒരു നല്ലവനാണ്. ആണോ? ഞാൻ കർത്താവിൻ്റെ അടുത്ത് ചെന്നു. കർത്താവേ, എന്നോട് നിനക്ക് ഇത്തിരി സന്തോഷമൊക്കെ തോന്നുന്നില്ലേ? ഇപ്പം ഞാൻ 20 ബാഗ്സ് കൊടുത്തിട്ട് വരികയാണ്. കർത്താവ് പറയും, നീ എന്നാ ഉണ്ടാക്കിയതെന്നാ പറഞ്ഞേ? ഞാൻ 20,000 കൊടുത്ത് കർത്താവേ. അതാണ്ട് അപ്പുറത്തെ ഈ സിസ്റ്ററൊക്കെ 1 രൂപ പോലും കൊടുക്കുന്ന ആളുകളല്ല. ഞാൻ 20,000 രൂപ കൊടുത്ത് കർത്താവേ എന്ന് ഞാൻ പറഞ്ഞാൽ, ലിസൺ കെയർഫുള്ളി എന്ന് ഞാൻ പറഞ്ഞാൽ കർത്താവിനോട് പറയും, നീ ചെയ്ത ഈ പ്രവൃത്തിയെക്കുറിച്ച് എനിക്ക് ഒരു മമതയില്ല. ഐ ഹാവ് സീറോ അപ്രീസിയേഷൻ. അപ്പം ഞാൻ ചോദിക്കും, അതെന്നെ ഏർപ്പാടാ? 20,000 രൂപ കൊടുത്തല്ലേ കർത്താവേ? കർത്താവിനോട് പറയും, ആ പോയ അപ്പച്ചൻ എത്ര വയസ്സ് പ്രായം ഉണ്ടായിരുന്നു? ഞാൻ പറയും 80 വയസ്സ് പ്രായം. നിന്റെ അപ്പൻ എത്ര വയസ്സുണ്ട്? 80 വയസ്സ്. നിന്റെ അപ്പനെ ആരാ നോക്കുന്നത്? ഞാനാ നോക്കുന്നത്. എനിക്ക് നിന്നോട് അപ്രീസിയേഷൻ ഉണ്ടാകണമെങ്കിൽ നിന്റെ അപ്പനെ നോക്കുന്നത് പോലെ ആരുമില്ലാത്ത ഈ മനുഷ്യനെ അക്കമഡേഷൻ കൊടുത്ത് പരിചരിച്ച് നീ നോക്കിയാൽ നിന്റെ പ്രവൃത്തിക്ക് എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് റൈച്ചസ്നെസ് അനുസരിച്ച് വിലയുണ്ട്. ആരോ നിനക്ക് തന്ന 2 ലക്ഷത്തിൽ നിന്ന് 20,000 എടുത്ത് കൊടുത്തിട്ട് കാണിച്ചുകൊണ്ട് വരികയാണ്. എനിക്ക് ആ 2 ലക്ഷം വല്ലൊരു വേറൊരുത്തം തന്നെ എൻ്റെ ഇപ്പുറത്തെ പോക്കറ്റിൽ കിടപ്പുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഈ 20,000 എടുത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മൗണ്ട് കാർമലിൻ്റെ അക്കൗണ്ട് നോക്കിയാൽ ചാരിറ്റിയുടെ അക്കൗണ്ട് ഭയങ്കര ഹ്യൂജ് എമൗണ്ടാണ്. പക്ഷെ അപ്പോഴും ദൈവം എന്നെ നോക്കിയിട്ട് പറയും, എനിക്കതിനകത്ത് മമതയില്ല. കാര്യം എന്താ? നിന്റെ കാറ് വിറ്റ് നീ ഒരു കൊച്ചിൻ്റെ കല്യാണം നടത്തിയിട്ടില്ല, നിന്റെ മൊബൈൽ ഫോൺ വിറ്റ് ഒരാളുടെ ഫീസ് കൊടുത്തിട്ടില്ല, നിനക്ക് ചേതമുള്ള ഒരു ഉപകാരവും നീ ചെയ്തിട്ടില്ലടാ. വല്ലോരും തന്നതിനകത്തുനിന്ന് നീ കുറച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്നതൊന്നും ഈ ദൈവരാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നല്ലതല്ല. മനസ്സിലായെങ്കിൽ ഒന്ന് കൈയടിച്ചു.
ആ സ്റ്റാൻഡേർഡ് ഭയങ്കര സ്റ്റാൻഡേർഡാണ്. മനസ്സിലാവുന്നോ? ആ സ്റ്റാൻഡേർഡ് ജീവിക്കാൻ ബുദ്ധിമുട്ടാണോ? അല്ല. ആ സ്റ്റാൻഡേർഡ് ജീവിച്ചവർ ഈ സഭയിലുണ്ടോ? ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ജീവിക്കാൻ ഒരു മദർ തെരേസയ്ക്കും ഒരു ഫ്രാൻസിസ് അസീസിക്കും ഒരു അന്തോണീസിനും ഒക്കെ സാധിച്ചത് ആ സ്റ്റാൻഡേർഡ് ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവൻ കുടികൊള്ളുന്ന ഒരു ശരീരം യേശുവിൽ നിന്ന് അവർ സ്വീകരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മറ്റൊരു മതത്തിലും ഒരു മദർ തെരേസ ഇല്ലാത്തത്, ഒരു ഫ്രാൻസിസ് അസീസി ഇല്ലാത്തത്, മഹാവിശുദ്ധരില്ലാത്ത. എന്തുകൊണ്ടെന്നറിയാം? അവർക്ക് ഈ ജീവൻ കിട്ടുന്ന റിസോഴ്സായ വിശുദ്ധ കുർബാന ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാത്തലിക് ചർച്ചിൽ സെയിൻസ് ഉണ്ട്, അവർ സെയിൻസ് ആണ്. പ്രൊട്ടസ്റ്റന്റ് സഭകളിലേക്ക് നിങ്ങൾ നോക്ക്, മഹാദൈവ മനുഷ്യർ, പ്രീച്ചേഴ്സ്, മിറക്കിൾ പ്രവർത്തിക്കുന്നവരെല്ലാവരും ഉണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. പക്ഷെ അവരുടെ കുടുംബജീവൻ തകർന്നായിരിക്കും, രണ്ട് കെട്ടിയതായിരിക്കും, അത് ചെയ്തായിരിക്കും, ഇത് ചെയ്തായിരിക്കും. ഐ എം നോട്ട് ജഡ്ജിങ്. പക്ഷേ കാര്യം മനസ്സിലാക്കണം, തനിത്തങ്കം വിശുദ്ധരെ പ്രൊഡ്യൂസ് ചെയ്തത് കുർബാനയുള്ള സഭയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എനിക്കിത് ജീവിക്കാൻ പറ്റും, നിനക്കിത് ജീവിക്കാൻ പറ്റും, നിനക്കിത് ജീവിക്കാൻ പറ്റും. എങ്ങനെ പറ്റും? വിശുദ്ധ കുർബാനയിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് ജീവൻ എന്ന് പറയുന്നത് ഈ മരിച്ചു കഴിഞ്ഞ് കിട്ടാൻ പോണ സാധനമൊന്നുമല്ല. ഈ ഭൂമിയിൽ മറ്റു മനുഷ്യരെക്കാൾ ഉയർന്ന നിലവാരമുള്ള ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് ദൈവം തരുന്ന സഹായമാണ് വിശുദ്ധ കുർബാന. ഇപ്പൊ വേറെ ആംഗിളിൽ മനസ്സിലായ കുർബാനയെ? അപ്പൊ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, എന്താ? ഈശോയെ, എനിക്ക് കർത്താവിനെ പോലെ ആവാൻ എന്നെ സഹായിക്കണം. നമ്മൾ അമ്മായിയുടെ മോന് 500 രൂപ അയച്ചു കൊടുത്തതിൻ്റെയും അവർക്ക് അത് കൊടുത്തതിൻ്റെയും പേരിലൊക്കെയാണ് ഇപ്പം വലിയ ഗമ പിടിച്ചിരിക്കുന്നത്. ബലൂൺ പോലെ ഇരിക്കുകയാണ്, എപ്പോൾ വേണേലും പൊട്ടും. എൻ്റെ പൊന്ന് ചേട്ടാ, അതിനകത്ത് ദൈവരാജ്യത്തെ അതിനൊന്നും ഒരു വിലയില്ലെന്ന്. അതിലും ഭേദം 10 ഏത്തപ്പഴം വാങ്ങിച്ചു തന്ന ആരോഗ്യവും പൊട്ടാഷ്യം ഉണ്ടായി. അതിനൊന്നും ഒരു വിലയില്ലെന്ന്. ആരും സ്വർഗത്തിൽ പോകുന്ന എങ്ങനെയാണെന്നറിയോ? ഒരു നല്ല ചോദ്യം. സ്വർഗത്തിൽ പോകുന്ന എങ്ങനെയാണെന്നറിയോ? കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ സമ്മതിക്കുകയാണ്, എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടും എനിക്ക് നിന്റെ സ്റ്റാൻഡേർഡിൽ എത്താനുള്ള കഴിവ് ഇല്ല, നീ സഹായിച്ചാലേ പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത്, കഴിവല്ല കൃപയാണ്, പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ്. മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസത്താലാണ്. ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ കർത്താവേ. നമ്മൾ എന്ത് ചെയ്യുന്നു? കർത്താവിനോട് ഈ ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, നമ്മൾ എന്നാ ചെയ്താലും നമുക്കൊരു അഹങ്കാരം വരത്തില്ല. പിന്നെ നമുക്കറിയാം ഇതിനൊക്കെ ഇത്ര വിലയേ ഉള്ളൂ. നമുക്ക് ഈ ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ, എൻ്റെ ദൈവമേ, ഞാൻ ചെയ്തത് ഒന്നും ആയിട്ടില്ല എന്നേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, സിസ്റ്റർമാരോട് ഞാൻ പറയട്ടെ, നമ്മളെല്ലാം ജൂബിലി ആഘോഷിക്കും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തിൻ്റെ ജൂബിലി ആഘോഷിക്കണേ? ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ ചിന്തിക്കുന്ന കാര്യം ഞാൻ പറയുകയാണ്. ഞാൻ ജൂബിലി ആഘോഷിച്ചെന്ന് കേട്ടാൽ നിങ്ങൾ എന്നെ തിരുവനന്തപുരത്ത് വന്ന് തല്ലിക്കോണം കേട്ടോ. ഞാൻ എന്തിൻ്റെ ജൂബിലിയാണ്? ഈ ജീവിതത്തിൽ ദൈവം പ്രതീക്ഷിച്ച സ്റ്റാൻഡേർഡിൻ്റെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ലാത്ത ഞാൻ എന്തിൻ്റെ ജൂബിലി ആഘോഷിക്കാനാ? എൻ്റെ ദൈവം, ഞാൻ ഒരിടത്തും എത്തിയിട്ടില്ലെന്നേ. എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് കണ്ട സ്റ്റാൻഡേർഡിൻ്റെ പര്യമ്പറത്ത് പഞ്ചായത്തിൽ പോലും എത്തിയിട്ടില്ലാത്ത ഞാൻ എന്തിൻ്റെ പേരിലാണ് ഞാൻ 25 കൊല്ലം എന്നാ പിണ്ണാക്ക് ചെയ്തെന്ന് ഈ പറയണേ? ഒന്നും ചെയ്തില്ലെന്ന്, ഒന്നും ചെയ്തില്ല. ദൈവം എന്തൊക്കെയോ കൃപ തന്നപ്പോൾ ഒരു മിനിമത്തിൽ ഇങ്ങനെ ഓടുകയാണ്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ദൈവം തന്ന റിസോഴ്സ് വെച്ചിട്ട് അതിൻ്റെ ഒരു 0.5% പോലും ഞാൻ ചെയ്തിട്ടില്ല. ഏത്? അല്ലല്ല, അതൊക്കെ ഞാൻ പറഞ്ഞു. അത് ഞാൻ ആ ജൂബിലി ആഘോഷിക്കുന്നതിനല്ല ഞാൻ പറഞ്ഞു. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ജൂബിലി ആഘോഷിക്കണം. കാരണം ദൈവത്തിന് നന്ദി പറയാനും കർത്താവ് 10-25 വർഷം നടത്തിയതിന് അതൊക്കെ നല്ലൊരു ഇന്റൻഷനാണ്. ഞാൻ പറയുന്നത്, ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ ചിന്തിക്കുകയാണ്, ദൈവമേ, ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഈ നന്ദി പറയണേ? ഞാൻ എന്നാ ചെയ്തിട്ടാ? എനിക്ക് ദൈവം തന്ന റിസോഴ്സസ് വെച്ച് നോക്കുമ്പോൾ ഒന്നും ചെയ്തിട്ട്, നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ അച്ഛൻ അത് ചെയ്ത് ഇത് ചെയ്തെന്നൊക്കെ പറയാൻ കാണും. എനിക്ക് ദൈവം തന്ന ആരോഗ്യവും കഴിവും അറിവും റിസോഴ്സസും എല്ലാം വെച്ചിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നേ. ഞങ്ങളുടെ കാര്യം കഷ്ടമാണെന്ന് തോന്നുന്ന നിമിഷം മുതൽ ചേച്ചിയുടെ രക്ഷ ആരംഭിക്കും.
അങ്ങനെ എക്സാക്ട്ലി. അതായത് അതാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ഞാൻ ദുർഭകനായ മനുഷ്യൻ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് അഹങ്കരിക്കാനൊന്നുമില്ല, കാരണം എൻ്റെ സ്റ്റാൻഡേർഡ് ഭയങ്കര ഹൈ ആണ്. ഈ പരീക്ഷയ്ക്ക് ഞാൻ പൊട്ടി തോറ്റ് കിടക്കാണ് ഇവിടെ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നാൽ ഈശോ പറയാണ്, മക്കളെ നീ വിഷമിക്കണ്ട, ഞാൻ സഹായിക്കാം, ഞാൻ സഹായിക്കാം, എൻ്റെ ശരീരം ഞാൻ നിനക്ക് തരാം. അല്ലാതെ ദിവ്യകാരുണ്യം നമുക്ക് പ്രസാദം പോയി ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ പ്രസാദമല്ലിത്. ഇതിന് നമ്മൾ കാണുന്നതിനപ്പുറത്തുള്ള വലിയ ദൂരവ്യാപകമായ അർത്ഥതലങ്ങളുണ്ട്. ക്ലിയർ? ഓക്കെ.